അറിയുണ്ടാവും. അപ്പോൾ സ്ഥലം ചോദിക്കുമ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ പറയാ വെച്ചാൽ ഇത്ര കിലോമീറ്റർ സൗത്ത്, ഇത്ര കിലോമീറ്റർ ഈസ്റ്റ്, ഇത്ര കിലോമീറ്റർ വെസ്റ്റ് എന്നാ പറയാ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തിനാ വെച്ചാൽ അത്തരം ലോജിക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി, അല്ലാണ്ട് എനിക്ക് പെരളശ്ശേരി അറിയാത്തോണ്ടല്ല. ഞാൻ കണ്ണൂർക്കാരനാണ്, അറിയാം. ഞാൻ കണ്ണൂരാന്നറിയാം. അതറിയോന്ന്? അതും അറിയില്ല. അപ്പൊ എന്നെ കുറിച്ച് എന്താ അറിയാ? ഇതെങ്ങനെയാ എന്റെ നമ്പർ കിട്ടിയ? നമ്പർ കിട്ടിയ സാർ, അത് ഞാൻ റാൻഡം ആയിട്ട് യൂട്യൂബിൽ സജഷൻ വന്നപ്പം സാറിന്റെ സെഷൻ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വിളിച്ചത്. അപ്പൊ ആരാണ് ഡോക്ടർ ടി.പി. ശശികുമാർ അല്ലെങ്കിൽ ഡോക്ടർ ടി.പി.എസ് എന്ന് പറഞ്ഞിട്ട് തപ്പി നോക്കണ്ടേ? അല്ല സാറേ, അത് കണ്ണൂരിൽ നിന്ന് എവിടെയും കണ്ടിട്ടില്ല. സാറ് ഒരു എഡ്യൂക്കേറ്റർ ആണെന്നും പിന്നെ ഡോക്ടർ ടി.പി.എസ് അടിച്ചു നോക്ക്. എവിടെയാ നാട്? ഏതെങ്കിലും ഒരു നാടുണ്ടാവില്ലേ? അത് എവിടെയാന്ന് കണ്ടുപിടിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഉണ്ടാവുമല്ലോ. അതറിയണ്ടേ? പറയ്. അത് കണ്ണൂരിന്ന് ഒരു 30 കിലോമീറ്റർ സൗത്തിലാണ്. ഓക്കെ. അപ്പൊ തലശ്ശേരി ഭാഗത്താ? തലശ്ശേരി ഭാഗം എത്തണ്ട, അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ടാ. ഏകദേശം തലശ്ശേരി കണ്ണൂരിൽ നിന്നും 30 കിലോമീറ്റർ ഡിസ്റ്റൻസ് സെൻട്രലായിട്ട് വരും. ടുവേർഡ്സ് ഈസ്റ്റ് ആവൂലേ? അല്ലെങ്കിൽ പിന്നെ നേരെ സൗത്ത് പോയാൽ കണ്ണൂരിൽ നിന്ന് തലശ്ശേരിക്ക് 30 കിലോമീറ്റർ ഇല്ലല്ലോ. അല്ല, അങ്ങനല്ല. ഏകദേശം സൗത്ത് തന്നെ വരും. കാരണം വെച്ചാല് സൗത്ത് നിന്ന് കുറച്ചൊരു ഒരു ഇതാണ്. വെച്ചാല് അഞ്ചരക്കട്ടിയിൽ നിന്ന് തലശ്ശേരിക്ക് പോവാ. ഇവിടുന്ന് രണ്ടും ഒരേ ഡിസ്റ്റൻസ് ആയിട്ട് വരുമ്പോ എന്ന് വെച്ചാല് ഈസ്റ്റ് ആയിട്ട് വരൂല എന്തായാലും. ഏകദേശം ഒരു മിഡിൽ ആയിട്ട് തന്നെ വരുന്നു. ഓക്കെ. അപ്പോ സാറിനെ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ എനിക്ക് MBBS എൻട്രൻസ് കോച്ചിങ് അതല്ലേ പറയേണ്ടത്. മെഡിസിന് ഫുൾ സ്കോളർഷിപ്പ്. പാല എന്ന് പറയുന്ന ഒരു ട്യൂഷൻ സെന്റർ അല്ലേ? അതെ. അവിടെ ഫുൾ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം അവർ പൈസ കൂട്ടിയിട്ട് പിന്നെ കുറച്ച് കൊടുക്കും, അതല്ലേ സ്കോളർഷിപ്പ്? അല്ലാണ്ട് ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഒന്നും അല്ലല്ലോ, ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒന്നും അല്ലല്ലോ. പിന്നെ അതെന്ത് ഇത്ര വലിയ കാര്യമായിട്ട് പറയണേ? ഒരാൾ കുറെ ട്യൂഷൻ ഫീസ് മേടിക്കുന്നുണ്ട്, അതിനകത്ത് കുറച്ച് കാശ് കൂട്ടിയിട്ട് പിന്നെ കുറച്ച് കൊടുക്കും, അതിനെ സ്കോളർഷിപ്പ് എന്ന് പേര് പറയും. അവരിവരെ നന്നാക്കാനാ പഠിപ്പിക്കണം, അല്ല കാശ് ഉണ്ടാക്കാനാ? നന്നാക്കാനും കൂടി പിന്നെ അവർക്ക് ഒരു പ്രൊഫഷണൽ കാശ് ഉണ്ടാകും. അങ്ങനെ പോയിട്ടുള്ള 1000 പേരിൽ 100 പേർക്ക് കിട്ടും. അത് അവിടെ പോയിട്ടില്ലെങ്കിലും കിട്ടും, നല്ലോണം പഠിച്ചാൽ. അതെ സാറേ. അത് ഈ മെഡിസിൻ പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ, MBBS പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നേരെ നമ്മൾ വിചാരിക്കുക മെഡിക്കൽ കോളേജ് പഠിക്കേണ്ടതല്ലേ? അവിടെ കോച്ചിങ് സെന്ററിന് പഠിക്കാൻ പോകുന്നതിനും MBBS പഠിക്കാൻ പോയി എന്ന് പറയാൻ പറ്റുമോ? അവിടെ പോയവരൊക്കെ MBBS കിട്ടുന്നവരാണോ? അല്ല, ഞാൻ പറയുന്നത് ഇതെല്ലാം വെച്ചിട്ട് എവിടെ കിട്ടും എന്ന് പറ. സാറേ, അത് കിട്ടാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ കീമാകുമ്പോ +2 മാർക്കും കൂടി ആഡ് ആയിട്ടാണ് എടുക്കുക. അതെ, എവിടെ കിട്ടും പറ മോനെ. ഇതൊക്കെ എനിക്ക് അറിയണ കാര്യമാണ്. അതെ സാറേ, അത് എനിക്ക് കണ്ണൂര് കിട്ടുന്ന അപ്പൊ ഏത് സബ്ജക്ട് കിട്ടും? കണ്ണൂര് മെക്കാനിക്കൽ സിവിൽ എല്ലാം കിട്ടും. അപ്പൊ പിന്നെ ഏതാ ഇഷ്ടം? എനിക്ക് മെക്കാനിക്കലാ. എന്നാ പിന്നെ ചേരുവാ. ഇനിയിപ്പോ എന്താ ടെൻഷൻ അടിക്കാനുള്ളത്? സാറേ, ടെൻഷൻ അടിക്കാനുള്ള കാരണം വെച്ചാല് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ കണ്ണൂര് പഠിക്കുന്നതും പിന്നെ കുറെ ആൾക്കാരും പുറത്തും പോയിട്ടില്ല പഠിക്കുന്നത്. ലൈക് ഇപ്പൊ CET കിട്ടിയവരിലുണ്ട്. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചില്ല CET അല്ലാതെ. അപ്പൊ ഇപ്പം അതുപോലും കിട്ടാണ്ട് കണ്ണൂർ എന്ന് പറഞ്ഞൊരു ഓൾമോസ്റ്റ് 10th റാങ്കിങ്ങിൽ വരുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ കൂടുതൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും ആവുന്നുണ്ടെങ്കിൽ അത് വലിയൊരു സംഭവം ആകുമ്പോൾ മറ്റുള്ളവർക്ക് അത് പ്രൂവ് ചെയ്യുന്ന അങ്ങനത്തെ ഇതാണ്. അപ്പൊ കണ്ണൂർ കിട്ടും മനക്കുന്നവരെ പോണ്ടയോ? ഞാൻ ചോദിക്കുന്നത്, ഈ പിന്നെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന 100 പേരും ഉണ്ടെങ്കിൽ 100 പേരും നല്ല നിലയിലെത്തുക? ഇല്ല. നല്ല മോശം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന എല്ലാരും മോശമായി പോവാ? അപ്പൊ പിന്നെ അത് ആലോചിക്കേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടുന്നത് എടുക്കുക, പക്ഷെ അത് നന്നായിട്ട് മാറ്റുക. അതിന് എക്സ്ട്രാ നല്ലോണം പഠിക്കുക. വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുമോ കണ്ണൂരേക്ക്? അതെ. അപ്പൊ പിന്നെ ധൈര്യത്തിൽ പോവാ. കണ്ണൂര് മാത്രല്ല, കണ്ണൂരിന്ന് പ്രശ്നക്കടവിന് അടുത്തെത്തണ്ടേ? അതാ പറഞ്ഞത്, പ്രശ്നക്കടവ് വരെ എത്തണ്ടേ? കണ്ണൂര് മാത്രല്ല, അവിടെ അങ്ങോട്ട് എത്തണ്ടേ? നിങ്ങളുടെ അടുത്ത് ബസ്സില്ലല്ലോ? ഉണ്ട്. പിന്നെന്താ വേണ്ട? നേരെ ധൈര്യത്തിൽ അങ്ങോട്ട് ചേരുക, നല്ലോണം പഠിക്കുക. ബാക്കിയുള്ള പ്രശ്നങ്ങളും പഴയ സംഭവങ്ങളും ബാക്കിയുള്ളവരുടെ കമ്പാരിസണും ഒക്കെ മറക്കുക. എന്നിട്ട് നല്ലപോലെ പഠിക്കുക. നല്ലപോലെ പഠിക്കുക എന്ന് പറഞ്ഞാൽ പറ്റുന്ന സ്ഥലത്തൊക്കെ മെക്കാനിക്കൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോയിട്ട് അതിൻ്റെ സംഭവങ്ങളൊക്കെ പഠിച്ച് കൃത്യമായി പ്രാക്ടിക്കലായി
കുറേ സംഭവങ്ങൾ പഠിച്ച് തിയറിയും കൂടി നല്ലോണം പഠിച്ച് കുറേ പിന്നെ പുറത്തുള്ള എക്സ്ട്രാ കോഴ്സുകളൊക്കെ ചെയ്ത് എൻ്റെ കുറേ യൂട്യൂബിൽ മെക്കാനിക്കൽ ഡോക്ടർ TPS നടിച്ചാലും എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റുക, അതൊക്കെ കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് എബ്രോഡിൽ എവിടെയെങ്കിലും പോകാൻ പറ്റുക. അവിടെയൊക്കെ പിന്നെ ജർമ്മനിയിലോ ഒക്കെ മെക്കാനിക്കൽ കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകും. ജർമ്മനിയിൽ ഹയർ എഡ്യൂക്കേഷനൊക്കെ ഫുൾ ഫ്രീ ആണ്. പക്ഷെ നല്ല മാർക്ക് കിട്ടി കുറേ എക്സ്ട്രാ കോഴ്സ് ചെയ്ത് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് നല്ല ഇംഗ്ലീഷും ഒക്കെ ആക്കി റെഡിയാക്കി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകും. അപ്പോൾ ഈ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ കഥ പറച്ചിലൊക്കെ നിർത്തിയിട്ട് നിങ്ങളെ വീട് പിണറായിൻ്റെ അടുത്തല്ലേ? ആ പണിക്കൊന്നും പോവാണ്ട് നല്ലോണം പഠിക്കാനുള്ള ശ്രമത്തിൽ പഠിക്കുക. ഞാൻ പറഞ്ഞ എന്ത് കഴിഞ്ഞാലും മെക്കാനിക്കൽ കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ബാക്കിയുള്ളതൊക്കെ. എയറോസ്പേസ് എഞ്ചിനീയറിംഗിന് നേരെ കേരളത്തിൽ പഠിക്കാൻ പറ്റിയ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ? പിന്നെന്തിനാ പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞ ഏത് സബ്ജക്റ്റ് പഠിച്ചാലും ബാക്കിയുള്ളതിലേക്ക് മാസ്റ്റേഴ്സിന് സ്പെഷ്യലൈസേഷന് എബ്രോഡിലൊക്കെ പോകുമ്പോൾ പോവാം. അവര് എന്താ പഠിച്ചോന്നും ചോദിക്കില്ല, നിങ്ങൾക്ക് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നേ ചോദിക്കുള്ളൂ. അപ്പോൾ അതിനാണ് എക്സ്ട്രാ പ്രോഗ്രാംസ് ഇഷ്ടം പോലെ പാരലലി ചെയ്ത് പഠിക്കേണ്ടത്. മെക്കാനിക്കൽ അപ്ലൈ ചെയ്യാത്തൊരു സ്ഥലമില്ല. എയറോസ്പേസിലേക്ക് ഇലക്ട്രോണിക്സ് വേണം, മെക്കാനിക്കൽ വേണം, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് വേണം, എല്ലാം വേണം. ഇപ്പം എല്ലാ ഓട്ടോമൊബൈലിലടക്കം അത് വേണം. പിന്നെ എയറോസ്പേസ് ഓക്കെ. എയറോസ്പേസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നതൊക്കെ എയറോസ്പേസ് ആണ്. എയറോ എന്ന് പറഞ്ഞാൽ തന്നെ എയറിൽ പോകുന്നതാണ്. എയർ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ആണ്. നിങ്ങൾക്കൊരു സബ്ജക്റ്റ് ഉണ്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആൻഡ് മെക്കാനിക്സ് എന്നിട്ട് അടിക്കുക. എന്നിട്ട് എന്തൊക്കെ എക്സ്ട്രാ കോഴ്സ് ചെയ്യണം നോക്കുക, അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക പാരലലി. ഇഷ്ടംപോലെ ഉഴപ്പന്മാരുണ്ടാവും എഞ്ചിനീയറിംഗ് കോളേജിൽ. ആ ഗ്രൂപ്പിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നശിച്ചു. അവിടുന്ന് ഒരു 20 കിലോമീറ്റർ പോയാൽ എൻ്റെ നാടായി. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഡോക്ടർ TPS നടിക്കും. അവിടുത്തെ 25ാമത്തെ വാർഷികത്തിന്റെ ഗസ്റ്റായിട്ട് ഞാനായിരുന്നു ഇപ്പം സ്പീക്കർ. ഓക്കെ. അതുപോലെ ഞാൻ തപ്പി നോക്ക്, ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ഡോക്ടർ TPS നടിക്കും. അപ്പൊ എൻ്റെ വീട് കാണും കണ്ണൂര്. ഓക്കെ സാറേ, പിന്നെ ഒരു ഡൗട്ടും കൂടി ഉണ്ട് സാറേ. എന്ന് വെച്ചാല് എന്താ പറയാ, സാറിപ്പം സാറിന്റെ സെഷൻ കണ്ടിട്ട് ഒരു പേഴ്സണലി സാറിനോട് ഒരു ഇഷ്ടം തോന്നിച്ചാൽ സാറിനെ വിളിച്ചത്. ഒന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ സാറ് ഒന്ന് വിളിക്കൂലല്ലോ എന്നെ. സാറത് എന്താ പറയാ, സയന്റിസ്റ്റ് അല്ല, ഞാൻ സാറെന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ ഇതിനകത്ത്. എന്നെ ഡോക്ടർ TPS ആൾക്കാർ വിളിക്കാറുള്ളൂ. അല്ല സാറ്, ഞാൻ പിന്നെ ഒരു ബഹുമാനം കൊണ്ട് ആ ബഹുമാനം കൊണ്ട് നിങ്ങളെ ഏതെങ്കിലും ഒരു പിന്നെ ഓഫീസിൽ പോയ ക്ലർക്കിനെ സാറെന്നല്ലേ വിളിക്കുക? ഞാൻ ആ ക്ലർക്ക് അല്ലല്ലോ, ഞാൻ ഡോക്ടർ അല്ലേ. അപ്പൊ ഡോക്ടറിനെ ഡോക്ടർ TPS എന്നല്ലേ വിളിക്കേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് പറഞ്ഞത് മനസ്സിലാക്കുക, അത് പഠിക്കുക, ഒരാൾ പറയുന്നത് ഫോളോ ചെയ്യുക. ആ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ വിളിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇയാൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്ത ആളാണ്. മനസ്സിലായോ? ശ്രദ്ധയുള്ള ഒരാളാണെങ്കിൽ ഈ പഠിക്കാനുള്ളതെല്ലാം പഠിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് സ്വന്തം പഠിക്കാനുള്ള താല്പര്യം വരുമ്പോൾ ഡോക്ടർ TPS ആരാണ്, എന്താ പറഞ്ഞിരിക്കുന്നത്? കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഡോക്ടർ TPS അവിടെ വന്നിട്ടുണ്ടോ? മെക്കാനിക്കൽ ഡോക്ടർ TPS, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ഡോക്ടർ TPS എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് 2 ദിവസമായില്ലേ നമ്മൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനിടയിൽ തപ്പി കണ്ടുപിടിക്കാനുള്ളൊരു തോന്നലുണ്ടാവില്ലേ? അങ്ങനെ പഠിക്കുന്ന ഒരാൾക്കാണ് ഏറ്റവും നല്ല പ്രൊഫഷണൽ ആവാൻ പറ്റുക. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു, എല്ലായിടത്തും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്നെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. പിന്നെ ഒരാളെക്കുറിച്ച് അറിയണമെങ്കിൽ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ പോയിട്ട് ഡോക്ടർ TPS ഒരു ഗ്യാപ്പും ഇല്ലാണ്ട് DRTPS എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് പോയി അടിച്ചാൽ എൻ്റെ വീടുകൾ കാണും. അപ്പോൾ അങ്ങനെ സ്വന്തം കണ്ടുപിടിക്കണം. എല്ലാം പറഞ്ഞു തന്ന് പഠിക്കുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോഴ്സിന് പോകുമ്പോൾ, ഒരു പ്രൊഫഷണൽ ആകുമ്പോൾ ആ നിലയിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം പഠിക്കാനുള്ള കഴിവ്. ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ചില കുട്ടികളുണ്ട്. ഞാൻ ഇന്നലെ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇന്ന കോഴ്സ് എവിടെയാണ് ഞാൻ തപ്പേണ്ടത്? ആ തപ്പേണ്ടത് എവിടെയാണെന്ന് ഇൻ്റർനെറ്റിൽ പോയി തപ്പിയാൽ പോരെ? അത് ഞാൻ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത്തരം കഴിവുകളില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. അപ്പോൾ പറയുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക, അത് ശരിക്കും ഫോളോ ചെയ്യുക. ബാക്കിയുള്ള സംഭവങ്ങൾ ഇൻ്റർനെറ്റിൽ പോയിട്ട് തപ്പി കണ്ടുപിടിക്കുക. മോൻ്റെ പേരെന്നാ പറ? എൻ്റെ പേര് സഞ്ജയ്. സഞ്ജയ്.
അപ്പൊ സഞ്ജയ് എൻ്റെ പേരെന്ന് പറയണ്ട, ഞാൻ മോന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം എങ്ങനെ പറയാ? സഞ്ജയ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, എൻ്റെ പേരെന്ന് പറയണ്ടല്ലോ. മനസ്സിലായ? അതിനെയാണ് ക്രിസ്പ് ആൻസർ എന്ന് പറയാ. എന്താ പറയാ? ക്രിസ്പ് ആൻസർ, ക്ലിയർ ആൻസർ, ടു ദ പോയിന്റ്. അങ്ങനെ പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ള ആളായിട്ട് മാറും. അണ്ടർസ്റ്റുഡ്? അതിനുവേണ്ടി എക്സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് എവിടെയാ വീട്, എവിടെയാ പെരളശ്ശേരി എന്നൊക്കെ ഞാൻ ചോദിച്ചത്. പറ പിന്നെ. ഡോക്ടർ അത് പിന്നെ എന്ന് പറഞ്ഞാല് സാറിന് ഡോക്ടറിന്റെ വർത്താനം പെട്ടെന്ന് എനിക്ക് പേടി വരരുത്. കാരണം അധികം പെട്ടെന്ന് അത് തോന്നില്ല. ഒരു മനസ്സിലെന്തോ ഒരു, കാരണം ഇതുവരെ ഇതൊരാൾ സംസാരിക്കുമ്പോ ഒരു മൃദുലം ഉണ്ടാവില്ല സാറ് ഡോക്ടർ. പക്ഷെ എന്താ പറയാ, ഫസ്റ്റിന്റെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് പെട്ടെന്നായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഷോക്കായി പോയി. അങ്ങനെ ഒരാൾ എന്താ കാരണം വെച്ചാൽ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പെരുമാറി പഠിച്ചു കഴിഞ്ഞാല് പിന്നെ വേറെ ആരടുത്തും സംസാരിക്കാൻ പേടിയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കണം എൻ്റെ പിള്ളേരെ. നീ എൻ്റെ കുട്ടിയല്ലേ ഇനി മുതലേ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആക്കണ്ടേ നിന്നെ? അതാണ് അതിന് വേണ്ടിയിട്ടാ ചെയ്യണം. പിന്നെ ഞാൻ ഒരു പോലീസ് ആയിരുന്നല്ലോ കുറച്ചു കാലം, അതറിയോ? ഞാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സെക്യൂരിറ്റിയിൽ പോലീസ് എന്ന് പറഞ്ഞാൽ റോയിലായിരുന്നു. റോ എന്ന് പറഞ്ഞാൽ മിലിറ്ററി ഇന്റലിജൻസിലാണ്. അപ്പൊ നമ്മൾ പിള്ളേരൊക്കെ എങ്ങനെ പെരുമാറുക? ആ ഡിസിപ്ലിൻഡ് ആയിട്ട് അത് കൃത്യമായിട്ട് അറിയണം. നിങ്ങൾ പോയിട്ടൊരു നിങ്ങളെ ചികിത്സിക്കാൻ വരുന്ന ഡോക്ടറെ കയറിയിട്ട് സാർ എന്ന് വിളിക്കോ ഡോക്ടർ എന്ന് വിളിക്കോ? ഒരു പ്രൊഫസർ എന്നാ വിളിക്കേണ്ടത്, സാർ എന്നല്ല. പ്രൊഫസറാണ്. ജഡ്ജിനെ പോയിട്ട് സാർ എന്ന് വിളിക്കാൻ പാടില്ല. അത് ഓരോരാളെയും വിളിക്കാനുള്ള എൻ്റെ ഒരു രൂപമുണ്ട്, അതൊക്കെ പഠിച്ചെടുക്കണം. ഡോക്ടർ, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം വെച്ചാല് ഞാൻ മെയിൻ ആയിട്ട് ഈ നാട്ടിൽ പഠിക്കാൻ പ്രിഫർ ചെയ്യാത്തതിന്റെ ഒരു കാരണം 55. എൻ്റെ ഒരു വല്യച്ഛനുണ്ട് ഡോക്ടർ TPS, അയാളെ അറിയോന്ന് ചോദിക്കും. നീ ധൈര്യത്തിലിരിക്കേ. അങ്ങനെയല്ലേ ധൈര്യം വേണ്ടത്. നിന്റെ കൂടെ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ധൈര്യം ഉണ്ടാവില്ലടാ. ഉണ്ടോ ഇല്ലയോ? അപ്പൊ നിന്റെ വല്യച്ഛനായിട്ട് ഞാനുണ്ടെങ്കിൽ എനിക്ക് വല്ല പ്രശ്നമുണ്ടോ? അപ്പൊ നല്ലോണം പഠിക്കുക. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. ഇപ്പൊ എത്ര വയസ്സായി മോന്? 19 പകരം 29 തീയതിയായിരിക്കും. എങ്ങനെ വിചാരിക്കണം? 29 വയസ്സുള്ള ഒരാൾ പെരുമാറുന്ന പോലെ പെരുമാറിയാല് ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചെറിയ പ്രശ്നമായിട്ട് തോന്നുമോ വലിയ പ്രശ്നമായിട്ട് തോന്നുമോ? അപ്പൊ ഇന്ന് മുതൽ വയസ്സ് എത്രയും മോന്? 29 വയസ്സ്. ഓക്കെ, ഷോൾഡർ അപ്പ്. ഓരോ നിമിഷവും നന്നായിട്ട് ഉപയോഗിക്കുക. നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിതും ചരം. പുകേൻ്റെ ഉള്ളിൽ ജീവിക്കാണ്ട്, പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കാണ്ട്, നല്ല ധൈര്യമായിട്ട് ജ്വലിച്ചുകൊണ്ട് ജീവിക്കുക. വേറെ ആരും അല്ല നമ്മുടെ ജീവിതം നന്നാക്കി എടുക്കണതും മോശമാക്കി എടുക്കണതും, അവനവന്റെ ചിന്തകൾ മാത്രമാണ്. വെറുതെ സമയം കളയാൻ പാടില്ല ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ട്. മനസ്സിലായോ? അതെല്ലാം കഴിഞ്ഞു. ഇനി ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കരുത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അർത്ഥം എന്താ വെച്ചാൽ യു ആർ നോട്ട് അക്സെപ്റ്റിംഗ് മീ എന്നുള്ളതാണ്. അത് അങ്ങോട്ട് വിടുക. അത് വിട്ടിട്ട് ഇന്ന് മുതൽ, ഇപ്പം മുതൽ ഓരോ നിമിഷവും ഞാൻ ഗുണപ്രദമായിട്ട് യൂസ് ചെയ്യാം. അതിന് തയ്യാറാണോ? അങ്ങനെയാണ് പിന്നെ പഠിക്കുക ധൈര്യത്തിൽ. ഡോണ്ട് വറി, ഡോണ്ട് കമ്പയർ. ഡോക്ടർ, എനിക്ക് ഒരു ഡൗട്ടും കൂടി പറഞ്ഞാല്, ഇപ്പോ എന്റെ ഒരു റാങ്ക് പ്രൊഡിക്ഷനിൽ ഞാൻ നോക്കിയപ്പോ ഓൾമോസ്റ്റ് 20K വരുന്നത്. അപ്പൊ 20K ഇവിടെ കണ്ണൂർ മെക്കാനിക്കൽ കിട്ടും. അതുപോലെ CET കണ്ണൂർ മെക്കാനിക്കലിന്റെ ഒരു സബ് ബ്രാൻഡ് വെച്ചാല് മെക്കാനിക്കൽ ആയിട്ട് എടുക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്, ഇൻഡസ്ട്രി എഞ്ചിനീയറിംഗ് എന്ന്. പക്ഷെ മെക്കാനിക്കലിന്റെ തത്വമായിട്ടാണ് എന്താ പറയാ പ്ലേസ്മെന്റിൽ ഇരിക്കാൻ പറ്റും. അപ്പൊ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഡോക്ടറെ കുറിച്ച് ഡോക്ടറിന് എന്തെങ്കിലും അറിയോ? മോൻ എന്നോട് ചോദിക്കുമ്പോ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്താന്ന് എന്നെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് അതിന് ഇക്വലന്റ് ആണ്, തത്തുല്യാണ്, അതിന് പിന്നെ പ്ലേസ്മെന്റ് കിട്ടും, ഇതൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് ചോദിക്കാൻ പഠിക്കണം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എനിക്ക് കണ്ണൂർ കിട്ടും, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് വേണമെങ്കിൽ എനിക്ക് CET കിട്ടും. എന്തുകൊണ്ട് CET മെക്കാനിക്കൽ കിട്ടാത്തത്? അപ്പൊ അതിന്റെ തന്നെ അർത്ഥം എന്താണ്? ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിനെക്കാളും മോശമാണ് മെക്കാനിക്കൽ എന്നാണോ അർത്ഥം? അല്ല മെക്കാനിക്കലാണ് നല്ലതെന്നാണോ അർത്ഥം? അപ്പൊ പിന്നെ എന്തിനാ ആലോചിക്കുന്നത്? അപ്പൊ അടുത്ത ചോദ്യം എന്താണ്? CET ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മോശം എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന് പോകണോ, അല്ല നല്ല എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന് കണ്ണൂർ പോകണോ എന്നാണ് ചോദ്യം. കണ്ണൂർ വീട്ടിൻ്റെ അടുത്താവുമ്പോൾ, ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ ചോദിച്ചാൽ ഞാൻ അയാളോട് പറയാ
നീ തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുകയാണെങ്കിൽ അവിടെ പോയാൽ മതി എന്ന് പറയും. മനസ്സിലായോ? ഇനി കേരളത്തിലെ എല്ലാവരും CET പോയിട്ട് പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് പറ്റുന്ന സ്ഥലത്താണ് പോവുക. ഓക്കെ. അപ്പോൾ ഏറ്റവും നല്ലത് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലത്ത് പോയിട്ട് മെക്കാനിക്കൽ നല്ലോണം പഠിക്കാം. ഇനി ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ എന്തൊക്കെയാണ് സിലബസിൽ നോക്കാം. അതിൽ പഠിക്കാൻ പറ്റുന്ന കുറേ വിഷയങ്ങൾ ഓൺലൈനായിട്ട് പഠിച്ചു തുടങ്ങുക ഇപ്പം മുതൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ നമ്മൾ എല്ലായിടത്തും പോകേണ്ട കാര്യമില്ല. അത് നമുക്ക് സ്വന്തം പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ സ്വന്തം പഠിക്കാം. അപ്പോൾ ആ സംശയം ഇനി ചോദിച്ചുകൊണ്ടിരിക്കരുത്. അല്ല സാറേ, അത് ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഇപ്പോ കണ്ണൂര് പ്ലേസ്മെന്റിന്റെ പഠിച്ച സ്റ്റുഡൻസ് തന്നെ പറയുന്നത് ഇപ്പോ ഇവിടെ CET പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെയായാലും ഏത് കോഴ്സ് പഠിച്ചാലോ പ്ലേസ്മെന്റിൽ ഇരിക്കുക. പക്ഷെ കണ്ണൂർ പ്ലേസ്മെന്റ് വരുന്നത് കുറവാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആരെങ്കിലും പ്ലേസ്മെന്റിന് പിന്നെ മിലിറ്ററി സർവീസുകാർ കണ്ണൂരോ CET പോയിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യുമോ? ഈ പറഞ്ഞ ആള് എന്ന് പറയുന്നത് എന്നെ ചോദിക്കാൻ കാരണം ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടല്ലേ? ഈ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടാണോ അവനവൻ പഠിക്കുന്നത് തീരുമാനിക്കുക? ഈ പറയുന്ന പയ്യൻ, നല്ലപോലെ പഠിക്കുന്ന പയ്യനും സ്വന്തം പ്രയത്നിച്ച എവിടെയെങ്കിലും ജോലി കിട്ടുന്ന ആളുമാണോ? അതെ, കോളേജിൽ നിന്ന് ആരെങ്കിലും തരുന്ന ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ, ഞാൻ പൈസ കൊടുത്ത് ഭക്ഷണം മേടിക്കില്ല എന്ന് തീരുമാനിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ സ്വന്തം അപ്ലൈ ചെയ്തിട്ട് ആർക്കും ഈ കോളേജിൽ പോയിട്ട് ആൾക്കാരെ പിടിക്കാൻ പോകുന്നത് ഏത് കമ്പനിക്കാരായിരിക്കും? അല്ല, അവർക്ക് വേറെ എവിടുന്നെങ്കിലും ആൾക്കാരെ കിട്ടില്ലെങ്കിൽ അവർ തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ടാവും. മനസ്സിലായ? നല്ല കമ്പനിക്കാർ പോയിട്ട് ആരെങ്കിലും ഓരോ സ്ഥലത്ത് നിന്ന് ആൾക്കാരെ പിടിക്കാൻ നോക്കുക? IAS കളക്ടർ ആവാൻ പോകുന്നവരെ എല്ലാവരും ഓരോ കോളേജിൽ പോയിട്ട് പിള്ളേരെ പിടിച്ചിട്ടാണ് കളക്ടറാക്കുക? അത് സ്വന്തം അപ്ലൈ ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഈ പറയുന്ന ചെറിയ ചെറിയ സംഭവങ്ങളൊന്നും എൻ്റെ അടുത്ത് കോട്ട് ചെയ്ത് പറയരുത്. അങ്ങനെ നാട്ടിൽ നിന്നിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുക, എന്നിട്ട് ഓരോരാളോടും ചോദിക്കുക CET ആണോ നല്ലത്, കണ്ണൂരാണോ, മെക്കാനിക്കലാണോ, ഇൻഡസ്ട്രിയലാണോ? അങ്ങനെ ആവറേജ് എടുത്തിട്ടാണോ പഠിക്കേണ്ടത്? എന്നാൽ പിന്നെ ആ പഠിച്ച ഏതൊക്കെ കമ്പനികളാണ് അവിടെ റിക്രൂട്ട്മെന്റിന് പോയിട്ടുള്ളതെന്ന് അറിയോ? ആ കമ്പനികളിലൊക്കെ ഏറ്റവും നല്ല എത്ര കാലം അവർ സ്ഥിരമായിട്ട് നിന്നിട്ടുണ്ട്, അവർക്ക് എത്ര ശമ്പളം കിട്ടുന്നുണ്ട്? അതല്ലാതെ IIT ആരെങ്കിലും റിക്രൂട്ട്മെന്റ് നോക്കിയിട്ടാണോ IIT പോയി ചേരുക? പ്രതീക്ഷിച്ചിട്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ആൾക്കാർ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടോ തോന്നലുണ്ടോ? ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കുന്ന ആൾക്കാർ ആ കമ്പനികളുടെ ആൾക്കാരെ 5 സ്റ്റാറിൽ താമസിപ്പിച്ച് കഴിഞ്ഞ് അവിടുത്തെ കുട്ടികൾ നല്ലോണം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവരെടുക്കും. ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കുറേ പേര് ചേർന്നു, ആ പിള്ളേരൊന്നും നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ISROയിലാണ് ഞാൻ. ഗവൺമെൻറ്റിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും കോളേജിൽ പോയിട്ട് പിള്ളേരെ സെലക്ട് ചെയ്യാറുണ്ടോ? ഇതൊക്കെ പ്രൈവറ്റ് കമ്പനികളും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും ചെയ്യുന്ന പണിയാണ്. അതുപോലെ അതിന് ഏജൻസ് ഉണ്ട്. ആ ഏജൻസ് കുറേ പേരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഏജൻസ് ആണ് പോവുക. ആ ഏജൻസ് പോകുമ്പോൾ അവർക്ക് കാശ് കിട്ടുന്ന സ്ഥലത്താണ് അവർ പോവുക. മനസ്സിലായോ? ഇതൊന്നും നോക്കിയിട്ടല്ല ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷന് പോകേണ്ടത്. വേറെ ആരുടെയെങ്കിലും വീട്ടിൽ പോയാൽ എനിക്ക് നല്ലോണം ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരുടെയെങ്കിലും വീട്ടിൽ പോയി താമസിക്കുമോ? അവനവൻ്റെ കോളേജ് നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കോളേജ് അങ്ങനെ കേരളത്തിൽ നല്ല കോളേജ് ഒന്നുമില്ല. ഓക്കെ, IIT അടക്കം കേരളത്തിലുള്ള IIT അടക്കം പാലക്കാട് അടക്കം നല്ലതല്ല എന്ന് വെച്ചിട്ട് അവിടെ പോവോ? അവിടെ പോവാണ്ടിരിക്കും ആൾക്കാർ? അതില്ല. ഓരോ അനുസരിച്ചിട്ടാണ് ചെയ്യുക. നമുക്ക് ഏതാണോ താല്പര്യം, എന്താണോ ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ചോദിക്കാനുള്ള കാര്യങ്ങൾ? IAST തുടങ്ങാനുള്ള ആദ്യത്തെ നോട്ട് എഴുതിയത് ഞാനാണ്. ഓക്കെ, IAST ചേരുന്ന എല്ലാവരെയും പിന്നെ സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ എടുത്തോളാന്നൊരു ഗ്യാരണ്ടി ഒന്നുമില്ല. പിന്നെ നമുക്ക് അവിടെയുള്ള പഠിപ്പിക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല ഇവിടെ വേണ്ടത്. പിന്നെ അവിടെ പഠിപ്പിക്കുന്ന മാഷന്മാരുടെ സ്പെഷ്യലൈസേഷൻസ് അനുസരിച്ച് പല കോഴ്സുകളും അവരിപ്പോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് 12ാം ക്ലാസ് മുതൽ ട്രെയിൻ ചെയ്തിട്ട് അതിൽ നമ്മൾ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ലോകത്ത് എവിടെയും ജോലി കിട്ടില്ല. അതുകൊണ്ട് അത്തരം സ്പെഷ്യലൈസേഷന് +1 +2 കഴിഞ്ഞാൽ നേരിട്ട് പോകരുത്. മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഈ 4 കോഴ്സിൽ മാത്രമേ പോകാവൂ എന്നാണ് ഞാൻ പിള്ളേരോട് പറയാറ്. ഇനി നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസിനും പോകാം. പക്ഷേ ഇന്ന് നടക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന കമ്പ്യൂട്ടർ സയൻസ് കൊണ്ട് എല്ലാവരും അതിനകത്ത് പോകും. അതിൽ വലിയ കാര്യമൊന്നുണ്ടെന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല.
പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്, വേറൊന്നിനും കിട്ടുന്നില്ല, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിലൊന്നും കിട്ടുന്നില്ലെങ്കിൽ അവിടെ പോവാം. അപ്പോൾ ഈ ബേസിക് എഞ്ചിനീയറിംഗ് ആണ് ഈ കോഴ്സുകൾ, അതിന് പോവുകയാണ് വേണ്ടത്. ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇരുന്ന് കാണുക, കണ്ടതിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും വീഡിയോയിൽ? അപ്പോൾ കമൻറ്റ് ചെയ്യാം. ഡോക്ടർ, അത് ഈ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് അവിടുത്തെ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാല് ഇസ്രോയില് ജോബ് ചെയ്യുമ്പോൾ, കാരണം എയറോസ്പേസ് എന്ന് പറയുന്നത് ഇസ്രോയിലല്ല, എയറോസ്പേസിന്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഇസ്രോയിലുള്ളൂ. ഇസ്രോന് അങ്ങനെ എയറോസ്പേസ് എഞ്ചിനീയറിംഗിന്റെ പണിയൊന്നും വലിയത് ചെയ്യുന്നില്ല. അത് ചെയ്യുന്ന വേറെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, NAL, HAL, അവിടെയൊക്കെയാണ് വേണ്ടത്. അതൊന്നും നിങ്ങൾ എയറോസ്പേസ് പഠിച്ചതുകൊണ്ടല്ല അവിടെ കിട്ടുക. നിങ്ങൾക്ക് വിവരമുണ്ട്, അതിൽ താല്പര്യമുണ്ട്, അവിടുത്തെ എക്സാമുകൾ സെപ്പറേറ്റ് ആയിരിക്കും. അവർ മെക്കാനിക്കലും സിവിലും സിവിൽ ഉണ്ടാവില്ല, ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും മെക്കാനിക്കലും ഉള്ള എല്ലാവരെയും അതിനകത്ത് ചോദിക്കും. എയറോസ്പേസ് നിങ്ങൾ എവിടെ പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നൊക്കെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന മെക്കാനിക്കൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റുകളൊക്കെ അത്തരം സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും. ഈ ചെയ്യുന്ന സമയത്ത് പ്രോജക്റ്റുകളുണ്ട്, ആ പ്രോജക്റ്റിന് കിട്ടണമെങ്കിൽ ആ സമയത്ത് എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, അവിടെ ഒരു പ്രോജക്റ്റ് തരുമോ, ഇസ്രോയിലൊരു പ്രോജക്റ്റ് തരുമോ. അപ്പോൾ നമ്മൾ ചോദിക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും എക്സ്ട്രാ കോഴ്സുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? അതൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെ എക്സ്ട്രാ കോഴ്സുകൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ കുറേ ചെയ്ത് കഴിഞ്ഞാൽ ആ ബയോഡാറ്റ വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, എനിക്ക് എയറോസ്പേസിൽ ഭയങ്കര താല്പര്യമാണ്, ഞാൻ ഇന്നൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ 20 കൊല്ലത്തെ ചരിത്രത്തിൽ ഒറ്റ കുട്ടിക്ക് മാത്രമേ ഞാൻ നാഷണൽ എയറോനോട്ടിക്കൽ ലാബറട്ടറി NAL ഒരു പ്രോജക്റ്റിന് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളൂ. അയാൾ 9ാം ക്ലാസ് മുതൽ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അന്ന് മുതലേ അത് വേണമെന്ന് പറഞ്ഞു, അവിടെ കിട്ടിയില്ല. എയറോസ്പേസ് പഠിക്കാൻ പറ്റിയില്ല, ആവശ്യമുള്ള കോഴ്സുകൾ പഠിക്കാൻ പറ്റിയില്ല. മോശം കോളേജിലാണ് കിട്ടിയത്, കാരണം റാങ്ക് കുറവായിരുന്നു. കുറേ കൊല്ലം മുമ്പ്, 10-15 കൊല്ലം മുമ്പ്. എന്നിട്ട് പഠിച്ചത് മെക്കാനിക്കലാണ്. ഇന്നിപ്പോൾ ജർമ്മനിയിൽ വലിയൊരു കമ്പനിയിൽ എയറോസ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ചെയ്യുന്ന ഒരാളായിട്ട് മാറി. ഓക്കെ ഡോക്ടർ, അത് ഇപ്പോ ഞാൻ ഡോക്ടർ ഇത്രയും സംസാരിച്ചുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇപ്പോ അബ്ദുൽ കലാമിന് ഇപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സയന്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ആദർശം കൊണ്ടാണ് എനിക്ക് ഈ കോഴ്സ് എടുക്കണം എന്നൊരു മെയിൻ ആയിട്ട് ഒരു ചെറുപ്പത്തിലെ ഒരു ആഗ്രഹം തന്നെ വന്നത്. അബ്ദുൽ കലാം എന്താ പഠിച്ചതെന്ന് വല്ലതും അറിയാം മോനെ? എയറോനോട്ടിക്സ്. ബിടെക് എയറോനോട്ടിക്സ് ആണോ? അല്ല, MTech എന്തായിരുന്നു പഠിച്ചത്? MTech എയറോനോട്ടിക്സ്. ആണോ? ഉറപ്പാ? IIT എയറോനോട്ടിക്സ് എന്താ പഠിച്ചത്? ആണോ? അതെ, ഞാൻ വായിച്ചിടത്തോളം മദ്രാസ് IIT പഠിച്ചെന്നാണ്. അദ്ദേഹം മദ്രാസ് IIT പഠിച്ചത്? അതെ. കൃത്യമായിട്ട് അറിയെങ്കിൽ പറയാവേ. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാ തോന്നുന്നു. അങ്ങനെ പാടില്ല, കൃത്യമായിട്ട് അറിയണ്ടേ നമ്മൾ. അയാൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അദ്ദേഹം ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പഠിച്ചത്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, എന്തിലാണ് വർക്ക് ചെയ്തത് അദ്ദേഹം? അദ്ദേഹം റോക്കറ്റ് പൈലറ്റ് ആവാൻ വേണ്ടിട്ട് പഠിച്ചിട്ട് അത് ആവാത്തോണ്ട് വിക്രം സാരാഭായി വിളിച്ചിട്ട് ISROയിലേക്ക് വന്നതല്ലേ. അയാൾ പൈലറ്റ് ആവാൻ വേണ്ടിയാ പഠിച്ചത്? അതെ. എവിടെ? DRDOയിലാണോ അയാൾ വർക്ക് ചെയ്തതും പഠിച്ചതും? അല്ല, DRDOയിലേക്ക് ഇന്റർവ്യൂ ആയിട്ട് കിട്ടാത്തോണ്ട് പിന്നെ വേറെ സ്ഥലത്തേക്ക് മാറിയതല്ലേ. എൻ്റെ മോനെ കൃത്യമായിട്ട് അറിയണം. അയാൾ സയന്റിസ്റ്റ്, എയറോസ്പേസ് സയന്റിസ്റ്റ് ആണ്. പക്ഷേ അയാൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് കഴിഞ്ഞിട്ട് അവിടുന്ന് 18 കൊല്ലം കഴിഞ്ഞത് വിട്ടിട്ടാണ് പിന്നെ DRDOയിൽ പോയത്. ഓക്കെ, ഒരാൾ വളരെ ഫേമസ് ആയി എന്ന് പറഞ്ഞിട്ട് അയാളുടെ പിന്നാലെ അയാൾ പഠിച്ച പോലെ പഠിച്ചാലൊന്നും നമുക്ക് കൃത്യമായിട്ട് സംഭവങ്ങൾ അറിയില്ല. ആ വിഷയം നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ആ വിഷയം പഠിക്കണമെങ്കിൽ അയാൾ പഠിച്ച സ്ഥലത്ത് പോയതുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം അയാൾ പഠിച്ച സമയത്ത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഓക്കെ, മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം പഠിച്ചത്. അതിനു മുമ്പ് തിരുച്ചിനാപ്പള്ളിയിലാണ് അയാൾ എഞ്ചിനീയറിംഗ് പഠിച്ചത്. എന്ന് വെച്ചിട്ട് അവിടെ പോയിട്ട് ഇപ്പൊ മദ്രാസ് എഞ്ചിനീയറിംഗ് കോളേജ് പോയിട്ട് ഇയാൾ ചേരുവോ? അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അയാൾ പഠിച്ചത് ഫിസിക്സ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് എയറോസ്പേസ് എഞ്ചിനീയറിംഗിന് പഠിച്ചത്. മനസ്സിലായ? അന്നുണ്ടായിരുന്ന എയറോസ്പേസ് എഞ്ചിനീയറിംഗ് അല്ല ഇന്ന്. അന്ന് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അയാൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ പോയിട്ടുണ്ടാവുമായിരുന്നു. നമുക്കെങ്ങനെ അറിയാം? ഇപ്പം ഞാൻ പഠിക്കുന്ന കാലത്ത് കമ്പ്യൂട്ടർ സയൻസ് ഇല്ല എന്ന് വെച്ച് ഞാൻ പിന്നെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടില്ലേ? മനസ്സിലായ? അതുകൊണ്ട് അത്തരം കഥകളൊക്കെ വെറുതെ. ഇപ്പം അദ്ദേഹത്തിന്റെ എന്ത് ഇഷ്ടമായിട്ടാണ് പറയുന്നത്?
അദ്ദേഹത്തെക്കുറിച്ച് എന്തറിയാം? അദ്ദേഹം എഴുതിയ ബുക്ക് വായിച്ചിട്ടുണ്ടോ? ആ ബുക്ക് വായിച്ചത്. ഏത് ബുക്ക്? വിങ്സ് ഓഫ് ഫയർ. അതിന്റെ ആ ബുക്ക് ഉണ്ടോ കയ്യില്? അതിന്റെ ഏറ്റവും താഴത്ത് അയാളുടെ പേരും വേറൊരാളുടെ പേരും കൂടി ഉണ്ട് അതിന്റെ കൂടെ? അല്ല, അയാളുടെ പേര് മാത്രമേ ഉള്ളൂ? അല്ല, ഓദറിന്റെ പേരുണ്ട്. അതെ, ആരൊക്കെയാ ഓദർ? ബുക്ക് ഇപ്പൊ കാണുന്നില്ല ഇവിടെ വെച്ചറിയാം. അനിയത്തി കോൺസിഡന്റ് കൊണ്ടുപോയി തോന്നുന്നു, അതോട് ബുക്ക് കാണുന്നില്ല. അതിന്റെ താഴത്തൊക്കെ വേറൊരാളുടെ പേരും കൂടി ഉണ്ടാവും. അബ്ദുൽ കലാമിന്റെ ബുക്കിന്റെ കൂടെ വേറൊരാളുടെ പേരും കൂടി ഉണ്ടാവും. എന്താ കാരണം എന്ന് വെച്ചാൽ ബുക്ക് എഴുതുന്ന അയാളും അബ്ദുൽ കലാമിന്റെ പേരുമാണ്. മനസ്സിലായോ? അബ്ദുൽ കലാമിന് കുറെ അനുഭവങ്ങളുണ്ട്, പക്ഷെ അത് എഴുതാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ല. അത് അരുൺ എന്ന് പറയുന്ന ഒരാളുടെ കൂടിയാണ് അയാൾ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ പലതും വായിക്കുമ്പോൾ കൃത്യമായിട്ട് വായിക്കില്ല. ആ കൂടെ എഴുതിയ ആളുടെ പേര് അറിയില്ല. അബ്ദുൽ കലാം ഫേമസ് ആയതുകൊണ്ടാണ് അബ്ദുൽ കലാമിനെ അറിയാം. അയാൾ പിന്നെ പ്രസിഡന്റ് ആയതുകൊണ്ട് അയാളെ അറിയാം. അപ്പോൾ അയാളെ എയറോസ്പേസ് സയന്റിസ്റ്റ് ആയിട്ടല്ല അറിയണത്. അയാൾ പ്രസിഡന്റ് ആയി പോയത് കൊണ്ട് അയാളെ അറിയാന്ന് പറ. ഇനി അയാളെ പ്രസിഡന്റ് ആക്കിയത് ആരാന്നറിയോ? വാജ്പേയി ഒന്നുമല്ല. ആ സമയത്ത് പിന്നെ ഓൾ ഇന്ത്യ ഒരു യുണൈറ്റഡ് പൊളിറ്റിക്കൽ അലയൻസ് ഉണ്ടായിരുന്നു. അതിൽ ചന്ദ്രബാബു നായിഡു ആണ് ഒരു മാപ്പിള ആയിക്കോട്ടെ എന്നിട്ട് അയാളെ ആക്കിയത്. കലാമിനോട് ഡിസ്റെസ്പെക്റ്റ് ഒന്നുമില്ല, എനിക്ക് വളരെ റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ്. ഞങ്ങൾ ഒരേ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട്. അയാളുടെ 2020 വിഷനിലെ ഒരു ബോർഡ് മെമ്പറാണ് ഞാൻ. ഓക്കെ, ഞങ്ങൾ കൂടെ ഒരേ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് പല സ്ഥലത്തും ട്രാവൽ ചെയ്യുമ്പം ഞാനും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ശേഷം എൻ്റെ ലെക്ചർ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്തും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഒരു എഡിറ്റർ എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. ഞാൻ മെൻറ്റർ ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൻ്റെ ഡിസൈനിൻ്റെ കണ്ടന്റ് പോലും ഉണ്ടാക്കിയത് എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് റെസ്പെക്റ്റിംഗ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ ഒരാളെ കണ്ടിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ പിന്നെ ഒരു ബുക്ക് എഴുതി അല്ലെങ്കിൽ അയാൾ പിന്നെ പ്രസിഡൻ്റായി, നല്ല മാഷാണ്, പിള്ളേരോട് സ്നേഹമുള്ള ഒരാളാണ്, ആൾക്കാരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. പക്ഷേ എയറോസ്പേസ് സയൻറ്റിസ്റ്റ് ഭയങ്കര ബെസ്റ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും നല്ല എയറോസ്പേസ് സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു എയറോസ്പേസ് സയൻറ്റിസ്റ്റിൻ്റെ റൂംമേറ്റായിട്ട് താമസിച്ചതുകൊണ്ടാണ് എനിക്ക് സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ താല്പര്യം തോന്നിയത്. അങ്ങനെയാണ് നമ്മളും വായിച്ചതും പഠിച്ചതും ഒക്കെ. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് അറിയാം നമ്മൾ ചെയ്യുന്നത് നമ്മൾ പഠിച്ചതൊന്നുമല്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു കാര്യം ഞാൻ അവരോട് സെലിബ്രേറ്റ് ചെയ്ത് അതുകൊണ്ട് പറഞ്ഞതല്ല. പക്ഷെ ഞാൻ ചോദിക്കാൻ പറഞ്ഞാല് ഇപ്പൊ അതുപോലെ ആവൂല. അദ്ദേഹം ആയ പോലെ ഇയാൾക്ക് ആവാൻ പറ്റില്ല. കാരണം ചന്ദ്രബാബു നായിഡുവിനൊപ്പം ഒരാളെ പിടിച്ചിട്ട് നാളെ ഇയാളെ പിടിച്ച് പ്രസിഡന്റ് ആക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ ഒരു ലെക്കിനായി പോകുന്നതാണ്. പ്രസിഡന്റ് ആവാൻ വേണ്ടി പറഞ്ഞല്ല. അത് ഞാൻ ചോദിച്ചത് ഇപ്പോ കലാം ഞാനിപ്പോ അദ്ദേഹത്തിന്റെ ഒരുപാട് ബുക്ക് പഠിച്ചോണ്ട് ഞാൻ പറഞ്ഞത് PSLV ഇപ്പൊ ഇന്ത്യൻ സ്പേസിന്റെ ഒരു പെട്ടെന്നൊരു അപ്കമായിട്ട് വന്ന പോലെ എനിക്ക് തോന്നിയത്. ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ വലിയ കാര്യമുള്ള കാര്യമാണ്. വന്ദേ ഭാരത് കണ്ടുപിടിച്ചതാരാ? ഉണ്ടാക്കിയതാരാ ട്രെയിൻ? ഇന്ത്യയിലാന്നറിയാം, ബാക്കി അറിയില്ല. അല്ല, ആരാന്നറിയണ്ടേ? ഞാൻ പറയുന്നത് ഒരാൾ റോക്കറ്റ് അയച്ചതുകൊണ്ട് മനുഷ്യന്മാർക്ക് വലിയ ഗുണമൊന്നുമില്ല. വന്ദേ ഭാരത് പോലെ സ്പീഡിലുള്ള ട്രെയിൻ വന്നുകൊണ്ട് കുറേ ജനങ്ങൾക്ക് ഫാസ്റ്റായിട്ട് പോകാൻ പറ്റുന്നില്ലേ? ഇപ്പം ഞാൻ സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഞാൻ പറയുന്നത് ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗമുള്ള അതിനേക്കാളും പ്രസിദ്ധമായ പല സംഭവങ്ങളും ചെയ്തിട്ടുള്ള ആളെന്നും നമുക്ക് ശ്രദ്ധിക്കാൻ താല്പര്യമില്ല, സമയമില്ല. അപ്പം ഇത് ഫേമസ് ആയതുകൊണ്ട് തന്നെയാണ്. അതല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ചെയർമാൻ ആരായിരുന്നു ഇസ്രോന്റെ? അതിനു മുമ്പ് അയാൾ എന്താ പഠിച്ചത്? അല്ല, ഞാൻ കൃത്യമായിട്ട് നമ്മൾ ഒരാളുടെ കാര്യം പറഞ്ഞ പോരാന്നാ പറയുന്നത്. ഇപ്പൊ അബ്ദുൽ കലാം സ്പേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചെയർമാനൊന്നും ആയിട്ടില്ലല്ലോ. മനസ്സിലായോ? ആ ചെയർമാൻ ആവാണ്ടിരിക്കാൻ പല കാരണം കൊണ്ട് അയാൾ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് വിട്ടുപോയി, DRDO പോയി. സോമനാഥ് എന്താ പഠിച്ചത്? UR റാവു എന്താ പഠിച്ചത്? സാരാഭായി എന്താ പഠിച്ചത്? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരാളെ കുറിച്ചല്ല, നമ്മൾ ഇപ്പൊ സിനിമ അറിയാന്ന് പറഞ്ഞാൽ എനിക്ക് അമിതാഭ് ബച്ചനെ ഇഷ്ടമാണ്, അതുകൊണ്ട് സിനിമയിൽ പോവാന്ന് പറഞ്ഞാൽ ഞാൻ പോവാം. അങ്ങനെ അപ്പോൾ സിനിമയിലുള്ള പല ആൾക്കാരെ കുറിച്ചും പഠിച്ച് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്, എവിടെയൊക്കെയാണ് പഠിച്ചത്, ഇതൊക്കെ പഠിച്ചാലും നമുക്ക് സിനിമ നടനാവാൻ പറ്റൂലല്ലോ. അതാവും. അതുകൊണ്ട്
അത് പറയാൻ വേണ്ടി പറഞ്ഞതാ മോനോട്, അല്ലാണ്ട് വേറൊന്നും കൊണ്ടുമല്ല. ഞാൻ അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞതല്ല. ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ ഇപ്പോ ഞാനിപ്പോ ഇതിന്റെ ഡോക്ടർ പറഞ്ഞപ്പോ ശേഷം അതിനെ ഒരുപാട് ഫോർമർ ചെയർമാൻ എടുത്തു നോക്കിയത്. അപ്പൊ അതിലും ഒരുപാട് നമ്മളിപ്പം മീഡിയ കൂടുതൽ ആക്റ്റീവ് ആയതുകൊണ്ട് സോമനാഥ് സാറിനെ വളരെ രീതിയിൽ ആരാധിക്കുന്നുണ്ട്. അറ്റ് എ ടൈം അതിനു മുമ്പേ വന്ന രാധാകൃഷ്ണൻ സാറ്, പിന്നെ അതിനു മുമ്പ് വേറെ ഒരുപാട് കോളേജിൽ അലൂമിനി ആയിട്ടുള്ള ഒരുപാട് ഫോർമർ ചെയർമാൻസ് എല്ലാം ഉണ്ട്. അപ്പൊ അവരെ കുറിച്ചോ പിന്നെ അവരെ ഒന്നും പറയുന്നത് പോലില്ല. അപ്പൊ ഞാൻ ഈ ചോദിക്കാനുള്ള ചോദ്യം തന്നെ സാറേ, ഇപ്പൊ അല്ല അതെന്തുകൊണ്ടാ അറിയാം മോനെ, അതെന്തുകൊണ്ടാ അറിയാം? ഇപ്പൊ സോമനാഥ് പോയി കഴിഞ്ഞാൽ അടുത്ത ആള് വരുമ്പോ സോമനാഥിനെ ഫുട്ബോൾ ക്ലബ് ഇനോഗ്രേറ്റ് ചെയ്യാനും കൂടി ആളും വിളിക്കൂല. ഈ പവറും പൊസിഷനും ഉള്ള ആൾക്കാരുടെ പിന്നാലെ മാത്രം പോകുന്നവരാണ് ഭാരതത്തിലെ എല്ലാ ആൾക്കാരും, അല്ലാണ്ട് കഴിവുകളോ അവരുടെ നോളജോ വെച്ചിട്ടൊന്നും അല്ല. മനസ്സിലായ? രാധാകൃഷ്ണനും ഒരു കാലത്ത് എല്ലാ കാര്യത്തിനും ഇനോഗ്രേറ്റ് ചെയ്യാനൊക്കെ ആൾക്കാർ വിളിച്ചിരുന്നു. അയാൾ ഇരിങ്ങാലക്കുടക്കാരനാണ്, എൻ്റെ വൈഫിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത അയാളുടെ വീട്. ഓക്കെ, പക്ഷെ അതേ സമയത്ത് അയാൾ പുറത്ത് പവർന്ന് പോയി കഴിഞ്ഞ് ചെയർമാൻ പൊസിഷൻ പോയാൽ പിന്നെ ആർക്കും അയാളെ വേണ്ട. അപ്പോൾ അറിവ് വെച്ചിട്ടൊന്നും അല്ല ആൾക്കാരെ ഒരാളെ നോക്കുന്നത്. അതുകൊണ്ട് അബ്ദുൽ കലാം വളരെ വിവരമുള്ള ഒരാൾ, അങ്ങനെയാണെങ്കിൽ അയാൾ എഴുതിയിട്ടുള്ള ബുക്കുകളെല്ലാം എയറോസ്പേസിനെ കുറിച്ചുള്ള ബുക്കാവണ്ടേ? മനസ്സിലായ? സാറ് ഇപ്പൊ ഡോക്ടർ ഇപ്പൊ അന്ന് ഒരു വേറെ തന്നെ ഒരു പെർസ്പെക്റ്റീവ് ചിന്തിക്കാൻ പഠിപ്പിച്ചത് അത് ആക്കിന്റെ മൈൻഡ് ഔട്ടായി പോയിട്ടുള്ളത്. കാരണം ഞാൻ ഇത്രയും കാലം വരെ ആരാധിച്ച ഒരു വ്യക്തിന്റെ വേറൊരു ഡയമെൻഷൻ സാറിപ്പോ അല്ല മോനെ. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ ഒരു സ്കൂൾ പോയ സമയത്ത് അവിടുത്തെ ഒരു ടീച്ചർ, മാത്തമാറ്റിക്സ് ടീച്ചറാണ്, എന്നെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് കലാമിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ചോദിച്ചു കലാമിൻ്റെ ഫാനാണ്. അപ്പം ഞാൻ ചോദിച്ചു അയാളുടെ ഡ്രസ്സിൻ്റെ ഫാനാണോ അല്ല അയാളുടെ ഹെയർ സ്റ്റൈലിൻ്റെ ഫാനാണോ? അപ്പം ഒന്നും അറിയില്ല അവരെക്കുറിച്ച്. നമ്മുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ, കാരണം ഇപ്പം വരുന്ന പല കൊട്ടേഷൻസും ഉണ്ട്, കലാം എന്ന് പറഞ്ഞിട്ട് വരുന്ന പല സംഭവങ്ങളും കൃത്യമായിട്ട് നോക്കിയാൽ കലാമൊന്നും അല്ല പറഞ്ഞത്, അത് പണ്ട് വിവേകാനന്ദൻ പറഞ്ഞതായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ഒരു സ്റ്റൈലാണ്. നമ്മളൊന്നും ശ്രദ്ധിക്കൂല, ചോദിക്കൂല, വായിക്കൂല. അയാൾ സ്പേസ് സയൻറ്റിസ്റ്റാണ്, അതുകൊണ്ടാണ് അയാൾ ഇഷ്ടം. ഞാൻ പറഞ്ഞ അയാൾ സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 18 കൊല്ലം കഴിഞ്ഞ് പോയ ആളാണ്. ഞാൻ 20 കൊല്ലം കഴിയുമ്പോഴാണ് സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റ് വിട്ടത്. അയാളത് കഴിഞ്ഞിട്ട് പിന്നെ DRDOയിലാണ് പോയത്. ആ DRDOയിൽ അയാൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഇപ്പോൾ DRDOയിൽ അയാൾ എന്താ ചെയ്തത്? റോക്കറ്റ് എന്ന് പറയുന്നത് സ്പേസിൻ്റെതാണ്. അയാൾ റോക്കറ്റ് സയൻറ്റിസ്റ്റാണ്, എയറോസ്പേസ് സയൻറ്റിസ്റ്റാണ്. DRDOയിൽ എന്താ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അയാൾ അവിടെ ചെയ്തതുകൊണ്ടല്ല, പ്രസിഡൻ്റ് ആയതുകൊണ്ടാണ്. പ്രസിഡൻ്റ് ആയതുകൊണ്ട് ഫേമസ് ആവണം, അതിന് തെറ്റൊന്നുമില്ല, അതിലെ ഫോളോ ചെയ്യുന്നതിലും. പക്ഷെ നമുക്കൊരു എൻജിനീയറിംഗ് സബ്ജക്റ്റ് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം, എനിക്ക് എയറോസ്പേസ് ഇഷ്ടമാണ് കാരണം കലാം എയറോസ്പേസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വായിച്ചിരിക്കേണ്ടത് പിന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള എയറോസ്പേസിൻ്റെ ബുക്കല്ലേ? അതില്ലല്ലോ. അയാളുടെ ജീവചരിത്രം, അയാൾ പിന്നെ ഒരു കടയിൽ പോയിട്ട് മസാല ദോശ കഴിച്ചത് ഇന്ന കടയാണ്, എനിക്ക് ആ സമയത്ത് ഇന്ന ആളുടെ ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു, എനിക്ക് വീണ വായിക്കാൻ പറ്റുമായിരുന്നു, അതല്ലല്ലോ എയറോസ്പേസ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ഇൻസ്പിറേഷൻ നമ്മൾ പലരിൽ നിന്നും എടുക്കണം. മഹാത്മാഗാന്ധിയിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുക്കണം എന്ന് വെച്ച് മഹാത്മാഗാന്ധി ഡ്രസ്സ് ചെയ്ത പോലെ ഇന്ന് ഡ്രസ്സ് ചെയ്തിട്ട് നടക്കാൻ പറ്റുമോ? ഓരോന്നിനും വ്യത്യാസമുണ്ട്, ഓരോരാളും. അപ്പം നമ്മൾ വേറൊരാളാവാനല്ല ശ്രമിക്കേണ്ടത്. എൻ്റെ കഴിവ്, എൻ്റെ എബിലിറ്റി, എൻ്റെ സിറ്റുവേഷൻ, എൻ്റെ നാട്, എനിക്കുള്ള പിന്നെ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് ആലോചിച്ചിട്ട് അതിൽ പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോവാം. ഡോക്ടറെ അതുപോലെ തന്നെ ഞാനിപ്പം ഡോക്ടറിനെ കലാമിനെ പറ്റി തന്നെ വളരെ നമ്മൾ മലയാളിയായിട്ട് നമ്പിയതാണ്. അപ്പൊ സാറ് ഡോക്ടർ അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നു. ആരായി നമ്പ്യാര്? നമ്പി നാരായണ. നമ്പി നാരായണൻ ഈ ആ സിനിമ കണ്ടതുകൊണ്ടല്ലേ, അയാൾ കേസ് പറഞ്ഞത് കൊണ്ടല്ലേ, അയാൾ പൊളിറ്റിക്സിലുള്ളത് കൊണ്ടല്ലേ, അയാൾക്ക് പിന്നെ BJPക്കാർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ അയാൾക്ക് പത്മ കിട്ടിയത്. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിന് ഈ കേസ് പറഞ്ഞിട്ട് അയാൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അയാൾ ഫേമസ് ആവുക? അതുകൊണ്ട് ഇത്തരം ഈ അനാവശ്യമായിട്ടുള്ള ഫേമസ് ഉള്ള കാര്യങ്ങളൊന്നും അല്ല മനസ്സിൽ വെക്കേണ്ടത്. ഫേമസ് ആയിട്ടുള്ള കാര്യമല്ല ചോദിക്കുന്നത് ഡോക്ടറെ. ഇപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് ലേഖനങ്ങൾ എഴുതി. അതെ, ആ ലേഖനങ്ങൾ എഴുതാൻ കാരണം അയാളെ പിടിച്ച് ജയിലിലിട്ടത് കൊണ്ടും അയാൾ ഫേമസ് ആയി പോയത് കൊണ്ടുമാണ്. പക്ഷെ ഞാൻ അതുകൊണ്ട് മാത്രമല്ല ഡോക്ടറോട് ഇപ്പൊ സംസാരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന് ഭയങ്കര കാലിബർ ഉള്ള ഒരു സയന്റിസ്റ്റ് ആണ്. അതെ, ആ കാലിബർ കേസ് പറയാനുള്ള കാലിബറാന്ന് മനസ്സിലാവുന്നുണ്ട് പറയുന്നത്.
അതെ അത് ഓക്കെ, പക്ഷെ അത് ഓക്കെ എന്നല്ല, നീ ആർഗ്യൂ ചെയ്യാനാണ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാനും ആർഗ്യൂ ചെയ്യാൻ പറഞ്ഞുതരാം. അല്ല, ഞാൻ ഈ പറയുന്ന കൊട്ടേഷൻസ് ഒക്കെ പത്രത്തിൽ വരുന്നത് കൊണ്ടും അയാൾ കേസ് പറഞ്ഞത് കൊണ്ടും അയാൾക്ക് പത്മ കിട്ടിയത് കൊണ്ടും അയാളുടെ പേരിൽ ഒരു ബുക്ക് പിന്നെ ഇതുള്ളത് കൊണ്ടുമാണ് സിനിമ. അതിന് പകരം നെറ്റ്ഫ്ലിക്സിൽ റോക്കറ്റ് ബോയ്സ് എന്നൊരു സിനിമ, ഒരു സീരിയൽ ഉണ്ട്. അതിനകത്ത് എവിടെയെങ്കിലും നമ്പിയുടെ പേര് വരുന്നുണ്ടോ? അപ്പൊ അതിനർത്ഥം എന്താണ്? ജെന്യൂൻ ആയിട്ടൊരു സിനിമ ഇറക്കുന്ന ഒരാളല്ലാണ്ട് ഡോക്യുമെന്ററി ഇറക്കുന്ന ഒരാൾ അയാളെ മൈൻഡ് ചെയ്തിട്ടില്ല. അതേ കാലത്തുണ്ടായിരുന്ന ഒരാളാണ്. അതേ കാലത്ത് അയാൾ ഭയങ്കര ഫേമസ് ആണെന്നിട്ട് വേറൊരാൾ സിനിമ ഇറക്കുന്നു. അപ്പൊ ഏതാ വിശ്വസിക്കുക? അതുകൊണ്ട് ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്, മനസ്സിലായോ? അല്ല, അത് വായിച്ചു കഴിയുമ്പോൾ സ്വന്തം ആലോചിക്കാനും കഴിവ് വേണം. ഇപ്പൊ റോക്കറ്റ് ബോയ്സ് കണ്ട് ആ സീരീസ് കണ്ട സമയത്തും അതിൽ നമ്പി നാരായണൻ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അതിൽ കലാമുണ്ട്, വിക്രം സാരാഭായി ഉണ്ട്, ഹോമി ജെ ബാബ ഉണ്ട്, അവരുടെ കഥകളൊക്കെയാണുള്ളത്. അതിൽ നമ്പി എന്ന് പറയുന്ന ഒരാൾ പെട്ടിട്ടേ ഇല്ല. അപ്പൊ അവരാണോ ഫേമസ്, നമ്പിയാണോ ഫേമസ്? അപ്പൊ നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള കാര്യം അറിയില്ല, അത് പഠിക്കാൻ താല്പര്യമില്ല, അതിന് ശ്രദ്ധിക്കില്ല. അത് നമ്മൾ ഈ പത്രക്കാർ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പത്രക്കാർ ഓരോരാളെ കുറിച്ചും എഴുതും. അപ്പൊ അതല്ല നമ്മുടെ ക്രൈറ്റീരിയ, അതാവരുത് എന്നാ പറഞ്ഞത്. പിന്നെയും അതേപോലെ എക്സാമ്പിൾ എടുത്ത് പറയുന്നത്, മനസ്സിലായ? അതുകൊണ്ട് നമ്മുടെ സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ ആയിട്ടുള്ള ഓരോ ആൾക്കാരും നമ്പി നാരായണൻ വളരെ ഫേമസ് ആണെന്ന് പറയാറില്ല. അയാളെക്കുറിച്ച് അയാളുടെ ബോസ് ആയിട്ടിരുന്ന ആൾക്കാർക്ക് പോലും വലിയ മതിപ്പൊന്നുമില്ല അയാളെക്കുറിച്ച്, മനസ്സിലായ? അല്ല, തെറ്റല്ല മോനെ, അത് തെറ്റിദ്ധാരണയാണ്. ഇതൊന്നും തെറ്റല്ല. ഇത് പറഞ്ഞത് കൊണ്ടല്ലേ എനിക്ക്, അല്ല മോൻ പറഞ്ഞത് കൊണ്ടല്ലേ എനിക്കിത് പറഞ്ഞ് തിരുത്താൻ പറ്റുന്നത്. അത് പലർക്കും ഉള്ളതാണ്. കാരണം നമ്മൾ ഈ സിനിമകളും അത്തരം സംഭവങ്ങളിൽ മാത്രം അതല്ലേ ഫേമസ് ആക്കുക, അതല്ല വേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. കാരണം ഇപ്പോ ആർട്ടിമസ് അങ്ങനെ ഒരുപാട്, ഇപ്പൊ അമേരിക്ക 1969 തന്നെ ഹ്യൂമനെ മൂണിലേക്ക് എത്തിച്ചിനാ മോനെ? എത്തിച്ചിനാ? അത് അല്ല, എത്തിച്ചോന്നാ ചോദിക്കുന്നത്. അല്ല, 1969 എത്തിക്കഴിഞ്ഞിട്ട് 1969 ശേഷം ഇപ്പൊ എത്ര കൊല്ലായി? 55 കൊല്ലായി. അത് കഴിഞ്ഞിട്ട് പിന്നെന്തേ ആരും എത്തിക്കാത്തത്? അല്ല, ഇതുവരെ ആൾക്കാർ എത്തിക്കാൻ പറ്റിയ ഒരാള്, പണ്ട് എത്തിക്കാൻ പറ്റിയ ഒരാള്, പിന്നെന്താ ഒരാളെ അവിടെ എത്തിക്കാത്തത്? പിന്നെ ആളെ കിട്ടാത്തോണ്ടാ പിടിച്ചാല്? അതെ, അത് എത്തിയിട്ടില്ല. ആരും അവിടെ പോയിട്ടില്ല. അമേരിക്ക നടത്തിയ വലിയൊരു നാടകമാണത്, മനസ്സിലായ? ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കുന്ന പൊളിറ്റിക്സ് ആണ്. മൂൺ ഹോക്സ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്. മൂൺ ഹോക്സ്. ഹോക്സ് എന്ന് പറഞ്ഞാൽ കള്ളക്കഥ എന്ന അർത്ഥം. അതൊന്ന് നോക്കുക. ഓക്കെ. അതുകൊണ്ട് സയൻസ് എന്ന് പറയുന്ന ഒന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം സയൻസ് ഒക്കെ പൊളിറ്റിക്സ് ആണ് ഇപ്പം. അല്ല, അത് കറക്റ്റാണ്. അത് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് നമ്മളിപ്പം കംപ്ലീറ്റ് ലൈവായിട്ട് കാണും. അത് പിന്നെ ചെയ്തിട്ടുണ്ട്. അവരങ്ങനെയുള്ളൊരു സിനിമ പോലെ ഇറക്കിയെന്നാണ് പണ്ട് കാലം. അല്ലെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കണ്ടേ? ഇപ്പം ചന്ദ്രയാൻ 1, 2, 3 അതിൽ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. അതിലടുത്തത് നമ്മൾ അയക്കാൻ പോകുന്നുണ്ട്. അടുത്ത ചോദ്യം അതല്ലേ വേണ്ടേ? 1969 ചന്ദ്രനിൽ ഒരാൾ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെന്താ തല കുത്താത്ത ആൾക്കാർ പോയിട്ട്? ആരെങ്കിലും പിന്നെ ഒരാൾ പോകണ്ടേ 2 കൊല്ലം കഴിയുമ്പോൾ? അതെന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇപ്പം ആരെയും അയക്കാൻ പറ്റാത്തത്? അങ്ങനെ ഒരു കാലത്തും അവിടെ ഒരാളും പോയിട്ടില്ല എന്ന് ലോകം സയൻറ്റിഫിക് ആയിട്ട്, അത് അന്ന് ഉണ്ടായിരുന്ന ഒറിജിനൽ ഫിലിം എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ അവരെടുത്തില്ല, കട്ടുകൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അത്തരം കൃത്യമായിട്ട് പഠിക്കുക. മൂൺ ഹോക്സ് എന്ന് നോക്കുക. അപ്പോൾ എൻ്റെ നല്ല സ്റ്റുഡൻസാണ് ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ. അതുകൊണ്ട് ശരിക്കും നല്ലോണം പഠിക്കുക, കുറച്ചും കൂടി ആഴത്തിൽ ചിന്തിക്കുക. അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അല്ലാണ്ട് മോനെ തെറ്റായിട്ട് പറയുന്നതോ കുറ്റപ്പെടുത്തുകയോ അല്ല ചെയ്യുന്നത്. ഇത്രയൊക്കെ താല്പര്യമുള്ള ഒരാളാണ്, സന്തോഷമേ ഉള്ളൂ. പക്ഷേ കൂടുതൽ ചിന്തിക്കാൻ തോന്നും. കാരണം അവിടെ പറഞ്ഞു നിർത്തിയിട്ടില്ലെങ്കിൽ വലിയ സംഭവം. ഇപ്പം തന്നെ ഒരുപാട് ഡോക്ടർ സംസാരിച്ചപ്പോൾ ഒരുപാട് കാര്യം മനസ്സിലാക്കാൻ പറ്റി. അതാണ് വേണ്ടത്. നമ്മൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കും. ഇപ്പം പിന്നെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് അമേരിക്കൻ്റെ ഒരു പൊളിറ്റിക്സ് ആണ്. ദ ഗ്ലോബൽ വാർമിംഗ് സ്വിൻഡൽ, SWINDLE,
ഗ്ലോബൽ വാർമിംഗ് സ്വിൻഡൽ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്, ബ്രിട്ടീഷ് ടെലിവിഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കാണുമ്പോൾ മനസ്സിലാവും ഇപ്പം നാട്ടിൽ ഗ്ലോബൽ വാർമിംഗ് ആണോ നല്ല ചറപറ മഴയാണോ. അപ്പോൾ വാർമിംഗ് ആണോ ഉള്ളത് കൂടുതൽ, അല്ല മഴയാണോ കൂടുതലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒരു സംഭവം മാറുമ്പോൾ കുറേ ആൾക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാക്കി, അതെല്ലാം ഒരു പൊളിറ്റിക്സ് ആണ്. അപ്പം അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, നല്ലോണം പഠിക്കുക. ഡോക്ടർ ഇപ്പം ഞാനിപ്പോ വിശ്വസിക്കുന്നത് ഇവിടെ നാട്ടിലെ ലോക്കൽ മീഡിയാസും അത് പോരാ. നമ്മൾ പ്രൊഫഷണൽ ആകുമ്പോൾ, നമ്മൾ സയന്റിസ്റ്റ് ആകുമ്പോൾ, നമ്മൾ ചിന്തകന്മാരാകുമ്പോൾ അവർ പറയുന്നത് അതുപോലെയല്ല, കുറച്ചും അതുപോലെ വിഴുങ്ങുന്ന സാധാരണ ജനങ്ങളാവരുത്. അപ്പോൾ അത് കുറച്ചും കൂടി ചിന്തിക്കുക. ഇത്തരം ഡിസ്കഷൻസ് ഉണ്ടാവണം, എനിക്കത് താല്പര്യമുള്ള കാര്യമാണ്. പക്ഷെ ഡോക്ടർ അത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആകത്തില്ല. അതായത് ഇപ്പൊ ഡോക്ടർ ഇപ്പൊ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ ഡോക്ടറിന്റെ റിസോഴ്സ് വെച്ചാൽ ഡോക്ടർ ഇപ്പൊ അത് ആർഗ്യൂ ചെയ്യുന്നത്, അപ്പൊ എന്റെ റിസോഴ്സ് ഞാൻ ഡോക്ടറിനോട് ആർഗ്യൂ ചെയ്യുന്നത്. അപ്പൊ ഡോക്ടറിന് എങ്ങനെ പറയുകയും ഡോക്ടർ പറയുന്നതാണ് ഓൾമോസ്റ്റ് ശരി, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്നങ്ങനെ മനസ്സിലാക്കാം? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഗ്രേറ്റ് ഗ്ലോബൽ വാർമിംഗ് സ്വിൻഡൽ എന്ന് പറയുന്ന ഒരു സീരീസ് കാണുക. അത് ബ്രിട്ടീഷ് ടെലിവിഷൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അമേരിക്കൻ പൊളിറ്റിക്സ് ആണ്. അതിന് ലോജിക് ഉപയോഗിക്കും. ആ ലോജിക് എന്ന് പറയുന്നത് 69 ഇറങ്ങിയ ആൾ പിന്നെന്താ ഇറങ്ങാത്തത്, നമ്പർ 1. അതിന് ഉത്തരം പറയണം, അമേരിക്കയും പറയണം, ബാക്കിയുള്ളവരും പറയണം. അതുപോലെ അബ്ദുൽ കലാമിൻ്റെ കാര്യം പറയുമ്പോൾ തൊട്ടടുത്ത് അബ്ദുൽ കലാമിൻ്റെ ബുക്ക് എന്നല്ല പറയേണ്ടത്, അദ്ദേഹത്തിൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട് ഓതർ. YS രാജൻ എന്ന് പറയുന്ന ഒരാൾ വേറൊരാൾ ഓതറായിട്ടുണ്ട്, അരുൺ എന്ന് പറയുന്ന ഒരു വേറൊരു ഓതറായിട്ടുണ്ട്. അവരെക്കുറിച്ചും നമ്മൾ അറിയണ്ടേ. അതുപോലെ ഇപ്പം സോമനാഥനാണ് ഫേമസ് എന്ന് പറഞ്ഞു, അതിനു മുമ്പ് രാധാകൃഷ്ണൻ ഫേമസ് ആയിരുന്നു ആ കാലത്ത്. അപ്പോൾ എയറോസ്പേസ് ആണ് പഠിച്ചതെന്ന് പറഞ്ഞു, ആ എഞ്ചിനീയറിംഗ് കോളേജിലല്ല പഠിക്കേണ്ടത്. കലാം സ്പേസ് സയൻറ്റിസ്റ്റാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ല, അയാൾ DRDOയിലാണ്. അയാൾ എന്താ അവിടെ ചെയ്തതെന്ന് അറിയണ്ടേ. അയാൾ എയറോസ്പേസ് സയൻറ്റിസ്റ്റ് ആയതുകൊണ്ടാണ് എനിക്കിഷ്ടം അയാൾ എയറോസ്പേസിനെ കുറിച്ചുള്ള ബുക്ക് എഴുതിയ ആളാവണ്ടേ. അപ്പം നമുക്ക് ഓരോരാൾക്കും കഴിവുകളുണ്ട്, ആ കഴിവുകളൊക്കെ വ്യത്യസ്തമാണ്. ആ കഴിവുകൾ ഉപയോഗിച്ചിട്ട് അവരെക്കുറിച്ച് നമ്മൾ പഠിക്കുക, അത് കുറച്ചും കൂടി ഡീപ്പറായിട്ട് പഠിക്കുക, എന്നിട്ട് തീരുമാനങ്ങളിലേക്ക് നമ്മുടേതായ ഒരു അറിവുണ്ടാക്കി എടുക്കുക. ഓക്കെ, എനിക്ക് 11:30 വേറൊരു മീറ്റിംഗ് ഉണ്ട് പറയാം. പാകിസ്ഥാനിലെ കുറേ പേര് എന്നെ ഇൻ്റർവ്യൂ ചെയ്യും. ഡോക്ടർ ഇപ്പൊ പറഞ്ഞല്ലോ, ഈ ഡോക്ടർ അബ്ദുൽ കലാമിന്റെ ഒപ്പം കൂടി റൂം ഷെയർ ചെയ്താണ്. അപ്പൊ ഡോക്ടറിനും ഒരു തോന്നലുണ്ടായിരുന്നു, തൊട്ടടുത്തുള്ള ഒരാള് അദ്ദേഹത്തിന്റെ കഴിവ് വെച്ചിട്ട് ലോകം മൊത്തം പ്രസിദ്ധപ്പെടുമ്പോൾ ഡോക്ടറിന് ഇപ്പോഴും ഒരു ചെറിയ യൂട്യൂബ് ചാനലില് ഒരു മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരു സ്റ്റുഡന്റും ഈ കലാമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു രാജ്യം മൊത്തമാണ്. അല്ല ഫേമസ് അല്ല, അതിന് പൊളിറ്റിക്സിൽ ചേർന്നാൽ മതി, അല്ലെങ്കിൽ പൊളിറ്റിക്സുകാരുടെ പിന്നാലെയോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളോ. ഓരോരാൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള വിഷയമുണ്ട്. എനിക്കിപ്പം ഒരു 100 പേരുള്ള ഒരു പ്രോഗ്രാമിൽ കുറേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അതിന് പകരം ഇപ്പം മോനെ പോലെയുള്ള ഒരാൾ എന്നോട് ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം ഡിസ്കസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഞാൻ അതിനാ പോവുക. അങ്ങനെ ഡൽഹിയിലൊക്കെ നമ്മൾ പ്രൈം മിനിസ്റ്റർ കൂടെ വർക്ക് ചെയ്യുന്ന കാലത്ത്, പിന്നെ അന്ന് എൻ്റെ ചെയർമാനായിരുന്ന ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പോയതാണ്. അപ്പോൾ ആ സമയത്ത് ചെയർമാനായിരുന്നുള്ള മാധവൻ നായരുടെ ഒരു പ്രോഗ്രാമിൽ വെൽക്കം സ്പീച്ച് ഞാനാ പറയേണ്ടത്. ഞാനത് വിട്ടിട്ട് അടുത്ത സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് പിള്ളേർക്ക്. മനസ്സിലായ? ഓരോരാൾക്കും താല്പര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവില്ലേ. പക്ഷെ ഞാനിപ്പോ ലാസ്റ്റ് ഇപ്പൊ ഞാൻ ഡോക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ വന്നത് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാല് ഇപ്പം ഒരു വലിയൊരു സംഭവം ആവാൻ കഴിയില്ലാന്ന് എൻ്റെ ഒരു ഇത്രയും കാലത്ത് തോന്നുന്നില്ല. പക്ഷെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടറിന്റെ ഒരു സ്റ്റഡീസും എല്ലാം ഡോക്ടറിനെ മനസ്സിലാക്കി വെച്ചാല് ഡോക്ടർ ഡിഗ്രി BSc പഠിച്ചിട്ടാണ് പിന്നെയും എഞ്ചിനീയറിംഗ് എടുക്കാൻ പോയതെന്നു. ഞാൻ എഞ്ചിനീയറിംഗ് എടുത്തിട്ടില്ല, ഞാൻ MSc PhD ഒക്കെ എടുത്തു. അതെ, എന്നിട്ട് ഡോക്ടർ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ, എന്നിട്ട് ഡോക്ടർ എന്നാണ് ഈ ആൾക്കാരെ വിളിക്കുന്നത്, ഞാൻ MBBS എടുക്കാണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ MS in സൈക്കോതെറാപ്പിയാണ്, ഞാൻ സൈക്കോളജിസ്റ്റും കൂടിയാണ്. അതെ, അപ്പം അത് പറഞ്ഞ എന്റെ ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ഡോക്ടറെ പോലെ കുറച്ച് വേൾഡിലായിട്ട് എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുള്ളൊരു അല്ല, ഞാൻ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നും ശ്രമിക്കുന്ന ഒരാളെ അല്ല. എൻ്റെ അടുത്ത് വരുന്ന കുറച്ച് ഒരു 10 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. അവർ നമ്മളോട് സിൻസിയറായിട്ട് നമ്മളെക്കുറിച്ച് അറിയുന്ന, നമ്മളോട് താല്പര്യമുള്ള, അങ്ങനെ ഇപ്പോൾ എനിക്കിപ്പം എൻ്റെ ജീവിതത്തിലെ ബാക്കി ശേഷഭാഗം എന്നെ രാജകീയമായിട്ട് എന്നെ ട്രീറ്റ് ചെയ്ത് എൻ്റെ പിന്നെ എനിക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് എത്തിച്ചു തരുന്ന എൻ്റെ നല്ല വിദ്യാർത്ഥികൾ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഒരാളെ കിട്ടുക, അല്ലെങ്കിൽ കുറച്ച് പേരെ കിട്ടുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ല ഡോക്ടർ, അത് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്താ പറയാ, ഞാൻ പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ
നമ്മൾ ഇപ്പത്തെ പിന്നെ ഒരുപാട് ഡോക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞ മീഡിയ എല്ലാം കൂടി ഒരു കാര്യം പറയുന്നത് ലൈക്ക് ഞാൻ ഇത്രയും കാലം പഠിച്ചതെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഞാൻ കണ്ട മീഡിയ നോളജിൽ നോക്കുമ്പോൾ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചതിനാലാണ് ഇത്രയും വലിയ എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ അവിടെ ഉള്ളത് ഒരു 2-3 കലാമിനെ പോലെ സോമനാഥൻ സാറിനെ പോലെ ഒരു കുറച്ച് ആളുകൾ. പക്ഷെ അതിനും കുറച്ച് ബാക്കോട്ട് നമ്മൾ ചിന്തിച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പൊ ഈ സാറിനും ഡോക്ടർ TPS സാറിനെ പോലെ ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട്. കാരണം അവരപ്പുറം ഒരുമിച്ച് വന്നവരല്ല. പക്ഷെ അവരൊന്നും ആരും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, അത് വേറെ തന്നെ കാര്യമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഡോക്ടർ എന്താ പറയാ അത്രയും വലിയൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്ത് വരുമ്പോഴും അപ്പൊ സെയിം രണ്ടാൾക്കും ഒരേ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളെ ഞാൻ. അങ്ങനെയൊന്നുമല്ല. അബ്ദുൽ കലാം ഒക്കെ ഭയങ്കര സീനിയർ ആയിട്ടുള്ള വലിയ സീനിയർ ആയിട്ടുള്ള 1970s ഡിപ്പാർട്ട്മെന്റ് ചേർന്നിട്ടുള്ള ആളാണ്. ഞാനൊക്കെ 20 കൊല്ലത്തിന് ശേഷം ഡിപ്പാർട്ട്മെന്റിൽ ചേരുന്നത്. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് അൺകമ്പയറബിൾ ആണ്. അവരൊക്കെ ലെജൻസ് ആണ്. അവർ വർക്ക് ചെയ്തിട്ടുള്ള ലെജൻസിന്റെ കൂടിയാണ്. ഓരോരാൾക്കും താല്പര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എൻ്റെ താല്പര്യം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എൻ്റെ പിന്നെ ആൾക്കാരുമായിട്ടുള്ള ഇടപെടലുകൾ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോരാൾക്കും ഓരോ നദികളും ഒഴുകുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ഭാരതപ്പുഴ മാത്രമേ നല്ല നദിയുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? അത് ഒരു ചെറിയ നാട്ടിൽ വളരെ ശുദ്ധമായിട്ട് ഒഴുകുന്ന ആരും കേൾക്കാത്ത കുറച്ച് പേർക്കെങ്കിലും ശുദ്ധജലം കൊടുക്കുന്ന നല്ല വെള്ളം ഉണ്ടാവും. അതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം. അത് അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് നല്ലത്. അത് ആ വഴിയിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളമായതുകൊണ്ട് മോശവും. വലിയ നദിയായിട്ട് ഒഴുകുന്ന ഭാരതപ്പുഴ മാത്രമേ കേരളത്തിൽ ഫേമസ് ഉള്ളതുകൊണ്ട് അതാണ് ഏറ്റവും നല്ല നദി എന്ന് പറഞ്ഞ് എല്ലാവരും ഭാരതപ്പുഴയിൽ പോയിട്ട് മുങ്ങേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് വെള്ളം തരുന്ന എൻ്റെ വീട്ടിനടുത്തുള്ള എൻ്റെ നല്ല ശുദ്ധമായ വെള്ളം തരുന്ന എൻ്റെ നദിയാണ് എനിക്കിഷ്ടം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓരോരാൾക്കും വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് ഭാരതപ്പുഴയിൽ ബോട്ട് ഓടിക്കാനാണ് എനിക്കും ഇഷ്ടം. എനിക്ക് എൻ്റെ കാല് ഏറ്റവും തൊട്ടടുത്തുള്ള നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകാനാണ് എനിക്കിഷ്ടം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഓരോരാളുടെയും ചിന്തകൾ വ്യത്യാസമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഞാൻ എൻ്റേതായ വഴിയിൽ വ്യത്യസ്തമായ സംഭവങ്ങളിൽ വ്യത്യസ്തമായ ഇഷ്ടങ്ങളുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഡോക്ടറിന് അപ്പം ഒരിക്കൽ തോന്നിയിരുന്നോ ഇപ്പൊ ഇത്രയും ആളും ഔട്ടംബറി ആയിട്ട് വലിയ സയന്റിസ്റ്റ് ആണെന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചതായിരുന്നു. അപ്പൊ ഡോക്ടറിന് അങ്ങനെ അല്ല, ഞാൻ പറയാന്ന്, അദ്ദേഹം നല്ലൊരു സയന്റിസ്റ്റ് ആയതുകൊണ്ടോ വലിയൊരു സയന്റിസ്റ്റ് ആയതുകൊണ്ടോ അല്ല അദ്ദേഹത്തെ ജനങ്ങൾ അറിയുന്നത്. അദ്ദേഹം പ്രസിഡന്റ് ആയതുകൊണ്ടാണ് അറിയുന്നതെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നില്ലെങ്കിൽ അബ്ദുൽ കലാം എന്നൊരു വ്യക്തിയെ ആരും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പൊളിറ്റിക്സിലും സിനിമയിലും ഒക്കെയാണ് ഇപ്പം ജനങ്ങൾ ഫേമസ് ആവുന്നത്. അപ്പോൾ അത് നമുക്ക് താല്പര്യമില്ലാത്ത വിഷയമായതുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ താല്പര്യമില്ല എന്നല്ല, രണ്ടിലും താല്പര്യമുണ്ട്. പക്ഷെ അത് നമ്മുടെ പ്രൊഫഷനാക്കാനോ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനോ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ എൻ്റെ കൂടെ പഠിച്ച പലരും വളരെ ഫേമസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഉണ്ട്. ഞാനും കേരളത്തിലെ നല്ല സിനിമ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത ബന്ധമുള്ള ആളാണ്. മനസ്സിലായോ? സിനിമയിൽ ചെറിയ വേഷങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ്, ചെറിയ സിനിമകളും ഡോക്യുമെൻ്ററീസും ഒക്കെ. അപ്പോൾ ഇതൊക്കെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ അതല്ല എൻ്റെ ജീവിതമാർഗം, അതല്ല എൻ്റെ ജീവിതം എന്ന് അറിയുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ഉപകാരമുള്ള ചില കർമ്മങ്ങളൊക്കെ ചെയ്യുക. അതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില കർമ്മങ്ങൾ, എനിക്കിഷ്ടമുള്ള ചില സംഭവങ്ങൾ, ആ സംഭവങ്ങളിൽ ഞാൻ ഇടപെടുന്നു എന്ന് മാത്രം. പക്ഷെ ഡോക്ടർ അത് ഈ ഭഗവത്ഗീതയില് അർജുനൻ മനസ്സ് ഇതാക്കുമ്പോൾ കൃഷ്ണനല്ലേ ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഡോക്ടർ അതിനെ കുറിച്ച് ലൈക്ക് എന്താ പറയാ, എന്റെ മൈൻഡ് ഇപ്പൊ ഇങ്ങനെ ഒരു ചാറ്ററിങ് ആയിട്ടും ഓവർ തിങ്ക് ആയിട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഡോക്ടർ അതൊരു സ്റ്റേബിൾ ആക്കിയിട്ട് ഉയർന്നു നിൽക്കാനുള്ള ഒരു എന്തെങ്കിലും ഡോക്ടറിന്റെ ഐഡിയോളജി, ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒരു എന്താ പറയാ മാറാൻ എങ്ങനെയാണെന്ന് സാധിക്കാമെന്ന് ഡോക്ടർ ഒന്നും പറഞ്ഞിരുന്നു. ഡോക്ടർ TPS ഭഗവത്ഗീത നടിക്കുക 3 പ്രാവശ്യം യുണൈറ്റഡ് നേഷൻസിൻ്റെ യോഗ കമ്മ്യൂണിറ്റിയുടെ അഡ്വൈസറി ബോർഡാണ് ഞാൻ. അവിടെ ഞാൻ ഭഗവത്ഗീത പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഭഗവത്ഗീത 3 പ്രാവശ്യം പൂർണ്ണമായിട്ടും ശ്ലോകാനുശ്ലോകം പഠിപ്പിച്ചു. അമേരിക്കയിൽ പോയിട്ട് 1 പ്രാവശ്യം, ഓൺലൈൻ 1 പ്രാവശ്യം, യുണൈറ്റഡ് നേഷൻസിൽ 1 പ്രാവശ്യം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കുക, ഡോക്ടർ TPS ഭഗവത്ഗീത. നീ എൻ്റെ യൂട്യൂബിൽ പോയിട്ട് എല്ലാ സംഭവങ്ങളും കണ്ടിട്ട് കണ്ടതിനൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ടൊന്ന് കാണും. എൻ്റെ വെബ്സൈറ്റ് കണ്ടിരുന്നോ?
ഡോക്ടറിന്റെ എക്സ്പീരിയൻസ് ഒരു സ്പീച്ച് സംസാരിക്കുമ്പോൾ ലാസ്റ്റ് ഡോക്ടറിനെ ഒരു കുറച്ച് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ ഞാനും പറഞ്ഞ വെച്ചാല് നേരിട്ട് കണ്ടിട്ട് കാണാത്ത ഒരാളെ ഇങ്ങനെ ഒരു ടെൻഷൻ അടിച്ചിട്ട് ഇത്രയും സംസാരിക്കണം. ഇപ്പൊ എന്തിനാ ടെൻഷൻ, എന്തിനാന്ന് പറ. ഡോക്ടറിന്റെ സംഭാഷണം വേർഡ്സ് അത്രയും ക്ലാരിഫൈ ആയിട്ടും അത്രയും ഒരു വേർഡ് ആകുമ്പോൾ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇത്രയും വേർഡിനെ അതാണ് ഞാൻ ഡോക്ടറെ. അല്ല മോനെ ടെഡക്സ് ലെക്ചർ ഒന്ന് കാണ്. നീ ഇപ്പൊ ഭഗവത്ഗീത പറഞ്ഞോണ്ടാ പറയുന്നത്. ടിറ്റ് ബിറ്റ്സ് ഭഗവത്ഗീത എന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീത ഗീത ഡോക്ടർ TPS ഗീത എന്നുള്ളതിന് ഭഗവത്ഗീത എന്ന് ഫുള്ള് എഴുതാറില്ല ഞാൻ. BG ഭഗവത്ഗീത എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം BG ഡോക്ടർ TPS. എന്നിട്ട് ഏത് ശ്ലോകം 18ാമത്തെ ശ്ലോകത്തിൽ 66ാമത്തെ ശ്ലോകം വേണ്ടെങ്കിൽ BG 18-66 ഡോക്ടർ TPS അടിച്ച് ആ ശ്ലോകം എനിക്ക് കേൾക്കാം. എൻ്റെ വിധത്തിൽ ഞാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കണ്ട് ഞാൻ ഇട്ടൊരു റീലാണ് ദ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്, ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ഭഗവത്ഗീത വാസ് ടോട്ട്. അപ്പൊ കേരളത്തിലും കുറേ ക്ഷേത്രങ്ങളിൽ, നിന്റെ തൊട്ടടുത്തുള്ള കണ്ണൂര് കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് ഭഗവത്ഗീത പിന്നെ ഞാൻ പ്രഭാഷണത്തിന് എല്ലാ ഡിസംബറിലും വരാറുണ്ട് കുറേ വർഷങ്ങൾ. കണ്ണൂർ ഭാഗത്തൊക്കെ പോയ എൻ്റെ പ്രഭാഷണം കേട്ടിട്ടുള്ള എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. എൻ്റെ പ്രഭാഷണം കേട്ടിട്ട് മാത്രം എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. കടലായി ഡോക്ടർ TPS അടിക്കുക, അപ്പോൾ കാണാം. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, എനിക്ക് ഓർമ്മയില്ല. അതേപോലെ മുനീശ്വരൻ കോവിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇല്ലേ, ആ ഓപ്പോസിറ്റുള്ള ക്ഷേത്രത്തിൽ ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ 6 പേരാണ് ഉണ്ടാവുക. വൈകുന്നേരം അത് രാത്രിയാകുമ്പോൾ തീരുമ്പോഴത്തേക്ക് ഒരു 400 പേരുണ്ടാവും. ഓക്കെ. ഞാൻ ഇടക്കിടക്ക് വരും നാട്ടിൽ, അല്ലെങ്കിൽ എന്നെ ഫ്ലൈറ്റ് ഫെയർ തന്നാൽ ഞാൻ വന്ന് കാണാം. ഞാൻ ഹൈദരാബാദിലാണ് മോനെ, ഇപ്പം ഇരിക്കണ ഹൈദരാബാദ്. ഇടക്കിടക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ നല്ല പറഞ്ഞു. ഡോക്ടർ TPS അടിച്ചു കഴിഞ്ഞാൽ നടുവിൽ തളിപ്പറമ്പെന്ന് ഒരു 20 കിലോമീറ്റർ പോയ നടുവിൽ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അവിടെ എൻ്റെ സ്കൂൾ ഞങ്ങളുടേതാണ്, ഗ്രാമം നമ്മുടേതാണ്, അവിടുത്തെ പഴയ ജന്മിയാണ്. ഓക്കെ. അപ്പോൾ അവിടെ ഒന്നുമില്ല, ഇപ്പം ഒരു പഴയ വീടുണ്ട്. ആ വീടിൻ്റെ പേര് ജ്ഞാനം എന്നാണ്. നീ അടിച്ചു നോക്കിയാൽ കാണാം. യൂട്യൂബിൽ കയറിയിട്ട് ജ്ഞാനം ഡോക്ടർ TPS അടിക്കുക, അല്ലെങ്കിൽ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കാണും. എനിക്കൊരു വാട്സപ്പ് അയച്ച് ഞാൻ എൻ്റെ ലിങ്ക്, ഞാൻ എൻ്റെ സിഗ്നേച്ചർ അയച്ചിട്ടുണ്ടാവുമല്ലോ. ലൊക്കേഷൻ അല്ല, ഞാൻ സിഗ്നേച്ചർ അയച്ചിട്ടുണ്ട്. എൻ്റെ സിഗ്നേച്ചറിൽ കുറേ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, എൻ്റെ വെബ്സൈറ്റും. ഒന്ന് പിന്നെ വാട്സപ്പ് അയക്കും ഇതിനകത്ത്, അപ്പം ഞാൻ മെസ്സേജ് അയക്കും. ഡോക്ടർ ചോദിച്ച മതിയാകുന്നതുകൊണ്ട് ഡോക്ടർ എപ്പോഴും പ്രതീക്ഷയാണ് ഡോക്ടർ ഒരു സാധാരണ ഗ്രാമത്തിൽ വന്നിട്ട് ഇത്രയും പഠിച്ചെടുക്കാൻ, ഇത്രയും അറിവുണ്ടാക്കാനുള്ള ഞാൻ അങ്ങനെ യാതൊന്നും പ്രതീക്ഷിച്ചോ എനിക്ക് അറിവുണ്ടോന്നൊന്നും ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. ഞാൻ ചെയ്യുന്നത് ഫ്ലോ ലൈക്ക് എ റിവർ, ഗ്രോ ലൈക്ക് എ ട്രീ എന്നാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി ഒഴുകാൻ തോന്നുമ്പോൾ ആ വഴി അങ്ങോട്ട് നദി ഒഴുകും. ഒരു മരം വളരുന്നത് എനിക്ക് വലുതാവണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല മരം വളരുന്നത്. മരം അങ്ങനെ വളർന്നങ്ങോട്ട് പോവാണ്. അതുപോലെയാണ് എൻ്റെ ജീവിതം. നമുക്ക് ഇന്നതാവണം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ടൊന്നും ഞാനൊന്നും ചെയ്യാറില്ല. അങ്ങനെ ചെയ്തു പോകുമ്പം ഇപ്പം ഇയാളോട് ഇപ്പം ഇത്രയും സംസാരിച്ച് 1 മണിക്കൂർ ചിലവഴിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ? ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. എനിക്ക് ഗുണമുണ്ടെങ്കിൽ ഗുണമുണ്ട്, ഗുണമില്ലെങ്കിൽ ഗുണമില്ല. എനിക്ക് ചെയ്യാനുള്ള പണി ഞാൻ ചെയ്യുന്നു. കാരണം അങ്ങനെ കുറേ നല്ല ഗുരുക്കന്മാരുടെ അടുത്തെത്തിപ്പെടാനും അവരുടെ അടുത്ത് നിന്ന് പഠിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയ ഒരാളായതുകൊണ്ട്, അവർ പഠിപ്പിച്ച ചില സംഭവങ്ങളൊക്കെ അറിയാതെ പഠിച്ചു പോയതുകൊണ്ട്, അവരുടെ പിന്നാലെ കുറച്ചു കാലം നടന്നു പോയതുകൊണ്ട്, അവരുടെ കൂടെ താമസിക്കുകയും യാത്ര ചെയ്യുകയും, കൈലാസത്തിലൊക്കെ പോയത് അഗ്രഗണ്യനായ വേദ പണ്ഡിതൻ്റെ കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് യാത്ര ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു അനുഗ്രഹം ഉണ്ടാവുമല്ലോ. ആ അനുഗ്രഹം വലിയ സമ്പത്തായിട്ട് കരുതുന്ന ഒരാളാണ്. പക്ഷെ ഡോക്ടറെ, അത് ഞാൻ ഇത്രയും ഡോക്ടറെ പോലെ വിശാലമായിട്ട് ചിന്തിച്ച് പോകണമെന്നാണ് എൻ്റെ മെയിൻ ആയിട്ട് ആഗ്രഹം. അല്ല, അതൊക്കെ ആവും മോനെ. ഈ പ്രായത്തിലൊക്കെ നിന്റെ ഈ പ്രായത്തിൽ നീ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ 10-40 വയസ്സാകുമ്പോഴാണ് ഗുരുക്കന്മാരെയൊക്കെ കാണുന്നത്. ഓക്കെ. അങ്ങനെയുള്ള പലരെയും കാണുക, പലരെയും പഠിക്കുക, നല്ലപോലെ ചിന്തിക്കുക, നല്ലപോലെ ആലോചിക്കുക, പഠിക്കേണ്ടത് നല്ലപോലെ പഠിക്കുക, ടെക്നിക്കലി സ്ട്രോങ് ആവുക, ഇംഗ്ലീഷിൽ സ്ട്രോങ് ആവുക. അപ്പോൾ അത് കഴിഞ്ഞ് ആ വിധത്തിൽ അങ്ങോട്ട് എത്തും. അതൊന്നും വിഷയമല്ല. ഞാൻ പറയുന്നത് അത് പ്രശ്നം വെച്ചാൽ ഇപ്പൊ അവരെ ഒരു തീരുമാനത്തിന് വെച്ചാല് 29 ഫാമിലിയിൽ സെറ്റിൽ ആയിട്ട് ജീവിക്കാന്നുള്ള ഒരു ആഗ്രഹം. അപ്പൊ അതിനെ കുറിച്ച് ഡോക്ടറിന്റെ കാഴ്ചപ്പാടെന്നാണ്. അല്ല, അതൊന്നും വ്യത്യസ്തമല്ല. ഞാൻ പറയുന്നത് ഓരോ സംഭവങ്ങൾക്കും ഓരോ എന്തൊക്കെയാണോ ആ സമയത്ത് എന്താണ് നമ്മുടെ സിറ്റുവേഷൻ, എന്താണ് നമ്മുടെ ചിന്തകളൊന്നും ആർക്കും പറയാൻ പറ്റില്ല.
വലിയ ഫ്യൂച്ചറിനെ കുറിച്ച് വലിയ പ്ലാനുകൾ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, വേണം. പക്ഷേ അതിനകത്ത് ABCD ആ ചിന്ത. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു ഇന്ന സ്ഥലങ്ങളൊക്കെ കാണണം എന്ന് വിചാരിച്ച് പോകും. അവിടെ എത്തുമ്പോഴാണ് ട്രാഫിക് ജാമാണ്, അപ്പോൾ അടുത്ത വഴിയിലേക്ക് നമ്മൾ പോകില്ലേ? അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് പോകുമ്പോഴാണ് പറയുന്നത് ഇതിനേക്കാളും നല്ല സ്ഥലമാണ് മറ്റേ സ്ഥലം, അങ്ങോട്ട് പോകും. അപ്പോൾ അതുപോലെ നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആവണം. അല്ല അങ്ങനല്ല ഡോക്ടറെ, അത് ചോദിക്കാൻ കാരണം വെച്ചാൽ ഇപ്പൊ സയന്റിസ്റ്റിന്റെ ജീവിതം വെച്ചാല് അധികം ഇപ്പൊ മാരേജ് ഒന്നും ഇല്ലാണ്ട് ലൈക്ക് അവരൊരു 60 ആ ടൈമിൽ ഏറ്റവും കൂടുതൽ അല്ല, അതൊക്കെ തെറ്റായ ധാരണയാണ്. നമ്മുടെ ഒരു അബ്ദുൽ കലാമിനെ കണ്ടിട്ട് അതുകൊണ്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അബ്ദുൽ കലാം മാത്രല്ല വേറെ ഒരുപാട് ആൾക്കാരായാലും ഇപ്പൊ സോമനാഥ് സാറാണെങ്കിലും അധികം ആളാണെങ്കിലും ഒരു 60 അബവ് ആവുമ്പല്ലേ നല്ലൊരു സയന്റിസ്റ്റ് ആയി മാറുക. അല്ല, ഞാൻ ചോദിക്കുന്നത് നല്ലൊരു സയന്റിസ്റ്റ് ആയിട്ട് ആ സമയത്തല്ല മാറുക. നിങ്ങൾ ചിന്തകളൊക്കെ തെറ്റാ. നല്ല സയന്റിസ്റ്റ് ആവുന്ന ആ സമയത്തല്ല, അയാൾക്ക് പ്രൊമോഷനായിട്ട് ചെയർമാൻ ആകുമ്പോൾ നിങ്ങൾ അയാളെ അറിയുന്നു എന്ന് മാത്രം. അങ്ങനെ ചെയർമാൻ അല്ലാതെ നല്ല സയന്റിസ്റ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അതുകൊണ്ട് ഒരു പൊസിഷനിൽ എത്തുമ്പോൾ മാത്രമാണ് ഗ്രേറ്റ് എന്ന് വിചാരിക്കുന്ന ധാരണ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഒരു പൊസിഷനിലെത്തി പ്രസിഡന്റായി ചെയർമാനായി സോമനാഥാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്പേസ് സയന്റിസ്റ്റ് എന്ന് സോമനാഥൻ പോലും പറയില്ല. അയാൾ ആ ഒരു അവസ്ഥയിൽ പെട്ട് ആ ഒരു കാലത്ത് നല്ല പ്രൊമോഷനെ കിട്ടി, ആ ഒരു സ്ഥിതിയിൽ അയാളെ ചൂസ് ചെയ്തു, അയാൾ ചെയർമാനായി, പ്രൊമോഷൻ കിട്ടിയതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു എന്ന് മാത്രം. അങ്ങനെ അല്ലാതെ അയാളല്ലല്ലോ റോക്കറ്റ് അയക്കുന്നത് കുറേ ആൾക്കാർ കൂടി പണിയെടുത്തിട്ടല്ലേ. അതിനകത്ത് ഏറ്റവും നല്ല പണിയെടുക്കുന്ന ആൾ ചിലപ്പം ഇതിനൊന്നും പോയിട്ടുണ്ടാവില്ല. അയാൾക്ക് പണിയെടുക്കാനാണ് ഇഷ്ടം, ആൾക്കാരെ നയിക്കാനല്ല ഇഷ്ടം. ചെയർമാനാകുമ്പോൾ ആൾക്കാരെ നയിക്കുക വേണ്ടത്, അല്ലാണ്ട് റോക്കറ്റ് ഉണ്ടാക്കലല്ല അയാളുടെ പണി. അപ്പം അയാൾ മീറ്റിങ്ങിന് പോകും. പിന്നെ എല്ലാവരും ഉണ്ടാവില്ലേ, എല്ലാവർക്കും. പിന്നെ എൻ്റെ 2 മക്കളും പിന്നെ എൻ്റെ വൈഫും ഒക്കെ അവരുടെ എല്ലാ ചെറിയ അവരൊക്കെ അതിന് സമയം ഉണ്ടാവുമല്ലോ. അല്ല, അതൊന്നും ജീവിതത്തിൽ ബാധകമല്ല. എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ചത് 4 വയസ്സുള്ളപ്പോഴാണ്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ അനാഥമായി ഒന്നും വിചാരിക്കില്ല. ആരെങ്കിലൊക്കെ ഉണ്ടാവും. നമുക്ക് കഴിവുണ്ടോ, നമുക്ക് പഠിക്കാനുള്ള താല്പര്യമുണ്ടോ, ബാക്കിയൊന്നും ബാധകമല്ല. അതുകൊണ്ട് എല്ലാ ഫെസിലിറ്റി ഉണ്ടായിട്ടാണ് ലോകത്തിലെല്ലാവരും നന്നായി തോന്നുന്നുണ്ടോ? അപ്പോൾ അതൊന്നും ബാധകമല്ല. ഈ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളായിട്ട് എടുത്തു കാണിക്കാൻ പാടില്ല. അതിനേക്കാളും വ്യത്യസ്തമായ വലിയ ചിന്തകൾ ഉണ്ടാവുക, അതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിക്കുക, നല്ല പോലെ എൻജോയ് ചെയ്യുക. ആ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് എനിക്ക് നല്ല പഠനവും നല്ല വിവരവും അതിനൊക്കെയുള്ള സന്ദർഭം. ഇപ്പം ഇങ്ങനൊരു ഫോൺ ചെയ്യാനും കോണ്ടാക്ട് ചെയ്യാനും ടെലിഫോണും ഒക്കെ ഉള്ള ആളല്ലേ. അതൊന്നും ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട് ലോകത്തൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അതൊന്നും ഒരു ബാധകമല്ല. അല്ല, ഞാനിപ്പോൾ നോക്കണ്ട, അയാളിപ്പം മെസ്സേജ് അയച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം ക്വിറ്റ് ചെയ്യും. അയാളിപ്പോഴും പിന്നെ പാകിസ്ഥാൻ എന്നുള്ളതാണ്. കുറച്ച് ആൾക്കാരൊക്കെ ഒരു ടൈം അത്ര കീപ്പ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല ചിലപ്പോൾ. ഡോക്ടർ ഇപ്പോ ഡോക്ടറിനെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊരു ഡോക്ടറിപ്പോ എന്തൊരു സെഷൻ എടുക്കണമെങ്കിൽ ഞാനിപ്പോ ഒരാളോട് ഇങ്ങനെ ചോദിക്കുമ്പോഴെല്ലാം വലിയ പൈസയും അപ്പോൾ അത്രയും ആയിട്ടാണ് വരുന്നത് സംസാരിക്കണമെങ്കിൽ തന്നെ. അല്ല, ഞാൻ ചെയ്യുന്ന എന്തിനാ വെച്ചാൽ നമ്മളിപ്പോൾ പെൻഷൻ ഉണ്ട്, ജീവിതത്തിൽ കുറേ അത്തരം ആരും ഗൈഡ് ചെയ്യാനില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ആൾക്കാർക്ക് നമ്മുടെ ഗുണം വരുന്നത് കൊണ്ട് അവർക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത് മാത്രം. അപ്പോൾ അത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ഗുണം കിട്ടും. ഇപ്പം ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ചെയ്ത ഒരാൾക്ക് ചിലർ പറയും എൻ്റെ മുഖം കാണിക്കരുത്. ഞാൻ പറയും ഇപ്പം ഈ പറയുന്ന ഒന്നും റെക്കോർഡറ്റല്ല, ഞാൻ വേസ്റ്റ് ചെയ്തു സമയം എന്ന് എനിക്ക് തോന്നും. ഇത് ജിമീറ്റിലായിരുന്നെങ്കിലോ ഇതെനിക്ക് യൂട്യൂബിലിടാം. ജിമീറ്റിൽ അല്ലാത്തപ്പോഴോ ഞാൻ എൻ്റെത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ മുഖം മാത്രം. ഇയാളുടെ സൗണ്ടും വരും. ഞാൻ അവസാനം ചോദിക്കും ഇത് ഇട്ടോട്ടേന്ന്. ഇട്ടോന്ന് പറഞ്ഞാൽ ഇടും, ഇടണ്ടെന്ന് പറഞ്ഞാൽ ഇടില്ല. മനസ്സിലായി? ഇനിയിപ്പോൾ ഇതിനകത്ത് പേഴ്സണലായിട്ടുള്ള പ്രോബ്ലം പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്യണം. അതിന് ഞാൻ ഇനി 1 മണിക്കൂർ ഇനിയും ഇതന്നെ കേൾക്കണ്ടേ? കേട്ട് കഴിഞ്ഞാലേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എത്ര സമയം ചിലവഴിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ആലോചിച്ച് നോക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരു യൂട്യൂബ് ഇടുന്ന സമയത്ത് അതിനകത്ത് വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള, ഒരു സ്ഥലത്തും കിട്ടാത്ത, വീട്ടിൽ ഇതിനേക്കാളും പ്രശ്നങ്ങളുള്ള, സങ്കടമുള്ള, ദേഷ്യമുള്ള, എപ്പോഴും ഒരു പ്രാവശ്യം റിപ്പീറ്റിന് പോകാത്തത് കൊണ്ട് സങ്കടപ്പെട്ട ആൾ, റിപ്പീറ്റ് പോയിട്ട് കിട്ടാത്തതിന് സങ്കടമുള്ള ഒരാൾ, റാങ്കിൽ വരാത്തൊരാൾ, പിന്നെ കള്ളു കുടിച്ച് നടക്കുന്ന ആൾ, അങ്ങനത്തെ പലരും കേൾക്കൂലേ ഇത്. അവർ നല്ല പച്ചത്തെറിയെഴുതും എൻ്റെ താഴെ. ഇവൻ പറഞ്ഞൊന്നും കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല, എൻജിനീയറിങ് പഠിച്ചിട്ടേ കാര്യമില്ല, അതിനേക്കാളും നല്ലത് വേറെ എന്തെങ്കിലും പഠിച്ചു ചെയ്യലാന്ന്. അങ്ങനെ പറഞ്ഞ് കമൻ്റ് ഇടുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്.
ഇത് രാവിലെ കണ്ടിട്ട് അത് റിമൂവ് ചെയ്തിട്ട് വേണം എനിക്ക് ബാക്കി മുമ്പോട്ട് പോകാൻ. ഇപ്പം എല്ലാവരും നല്ലത് എഴുതണം എന്നൊന്നും അർത്ഥമൊന്നുമില്ല. പക്ഷേ പച്ചത്തെറി എഴുതുന്ന ആൾക്കാരും ഉണ്ടാവും. പലപ്പോഴും അതാ കാണുക. നല്ലത് എഴുതാൻ ഒരാൾ പോലും ഉണ്ടാവില്ല പലപ്പോഴും. എന്ത് വെച്ച് ഞാൻ എൻ്റെ പണി നിർത്തുന്നില്ല. കാരണം എന്താ, ഇത് കേട്ടിട്ട് രക്ഷപ്പെട്ടിട്ടുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ഒരു സന്തോഷം. എനിക്ക് സമയമുണ്ട്, വേറെ അധികം പണിയൊന്നുമില്ല. ഇനി അതൊന്നുമില്ല, ഞാൻ ഭയങ്കര തിരക്കുള്ള സമയമാണ്. ഇപ്പം 10 പേര് ഇപ്പം ഒരാൾക്ക് ഞാനിപ്പം ഇത് ചെയ്യുമ്പോൾ എൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു ഇൻ്റർവ്യൂവിന് സമയമുണ്ടോ? ഞാൻ പറഞ്ഞില്ല, 20 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, കോൺടാക്ട് മീ ആഫ്റ്റർ എ മന്ത്. അങ്ങനെയുള്ള സംഭവങ്ങളും ചെയ്യാറുണ്ട്. മനസ്സിലായോ? ഡോക്ടർ കൂടുതലും ആ ഒരു കൺട്രോളിങ് ഡോക്ടർ. ഇപ്പൊ എന്റെ ടൈം ഇന്നാ വരുക, അപ്പൊ ഞാൻ എന്റെ വർക്ക് കഴിഞ്ഞ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഞാനിപ്പോ കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിപ്പോ അമ്മേന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടും അങ്ങനെ. പക്ഷെ ഡോക്ടറിന്റെ കഴിവ് മനസ്സിലാക്കി ഡോക്ടറിന് വേണ്ടിയിട്ടല്ലേ ഇപ്പം വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു എബിലിറ്റി ആണ് ഡോക്ടർ ഉണ്ടാക്കിയത്. അല്ല, ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ എൻ്റെ മോൻ്റെ വൈഫും കൂടി വന്നിട്ടുണ്ട്. വൈഫ് വുഡ് ബി ആയിട്ടുള്ള ഒരാൾ, അവർ പുറത്ത് പോയിട്ടുണ്ട്. എനിക്ക് അവരുടെ കൂടെ പോകാമായിരുന്നു. അവരുടെ കൂടെ സിറ്റി കാണാനോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഒക്കെ പോവാം. അതിന് പകരം എന്നെ കൊണ്ടൊരാൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ ആ സമയം ചിലവഴിച്ചോട്ടെ വെച്ചിട്ടല്ലേ ഞാൻ ഇവിടെ ഇരിക്കണേ. അപ്പോൾ ഓരോരാൾക്കും പ്രയോറിറ്റി ഉണ്ട്. ആ പ്രയോറിറ്റിയും അത്യാവശ്യമുള്ളൊരു സംഭവമാണെങ്കിൽ ഞാൻ ഇതിൽ നിൽക്കുമോ? ഇല്ല, ഞാൻ ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞ് പോകും. കഴിഞ്ഞ സാറ്റർഡേ സൺഡേ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ വീട്ടിൽ ഒരു ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ പലരോടും പറഞ്ഞു എനിക്ക് സമയമില്ലാന്ന്. കാരണം വീട്ടിലെ ആൾക്കാരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യണം, ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ മാറ്റും, നമ്മുടെ പ്രയോറിറ്റീസ് മാറും. അപ്പോൾ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. നമ്മൾ ആർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത്. നമ്മുടെ ആർക്കും സമയമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. നമുക്ക് ഇല്ലാത്തത് സമയമല്ല, നമ്മുടെ പ്രയോറിറ്റി മാറും. അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്ന് ആലോചിക്കും, ഇതാണ് നല്ലത്. ഏതാ നല്ല കോളേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കോളേജിൽ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ ഈ കോളേജാണോ ആ കോളേജാണോ എന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്തിട്ട് പറയാൻ പറ്റും. അതുപോലെ എപ്പോഴും ജീവിതത്തിലെ കമ്പാരിസൺ ആണ്. അതുപോലെ തന്നെ ഡോക്ടർ ഞാൻ ഓവറായിട്ട് ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ കുറച്ച് അനുഭവമുണ്ട്. ഞാനിപ്പോ കല്യാണപ്പുരയിൽ പോയപ്പോ എന്നെ ഗ്രൂപ്പായിട്ട് കളിയാക്കാനും പിടിക്കാൻ ആ ഒരു മെന്റലായിട്ടുള്ള ഒറ്റ പ്രശ്നം കൊണ്ടാണ് ഇപ്പൊ അല്ല ഒരു പരിപാടി പോലും അതിനെന്താ കാരണം വെച്ചാൽ നമ്മളത് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് അത് ശ്രദ്ധിക്കാൻ സമയമില്ല. ഞാൻ അതിനേക്കാളും ബിസി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതിനെപ്പറ്റി വല്ല പ്രശ്നം ഉണ്ടാവും എനിക്ക്. കല്യാണരാമൻ എന്ന് പറയുന്ന ദിലീപിന്റെ സിനിമയിൽ കല്യാണം അയാളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നില്ല, എന്നിട്ട് അയാൾക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നു? പക്ഷെ ഡോക്ടർ അത് ഞാനിപ്പോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തികളാണ്. അല്ല, അതൊന്നും പ്രശ്നമല്ല. അത് നിങ്ങളുടെ കുഴപ്പമല്ലേ. നിങ്ങൾ സ്നേഹിക്കുന്നത് ഇഗ്നോർ ചെയ്യണം. ബാക്കിയുള്ളവർ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ ലോകത്ത്. അത് നമ്മൾ വളരെ വളരെ സെൽഫിഷ് ആയതുകൊണ്ടും നമ്മൾ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വിസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. ഒരു ബ്രോഡർ വിഷനുള്ള ഒരാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ഈ നമുക്കുള്ള കഴിവുകൾ, നമുക്കുള്ള കഴിവില്ലായ്മ ആരെങ്കിലും എന്നെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് മോശമാവുമോ, നല്ലത് പറഞ്ഞതുകൊണ്ട് നന്മ കൂടിപ്പോവൊന്നുമില്ലല്ലോ. എനിക്കെന്നെ കൃത്യമായിട്ട് അറിഞ്ഞാൽ പിന്നെ എന്നെക്കുറിച്ച് ബാക്കിയുള്ളവർ പറയുന്നതിനെ കുറിച്ച് ഞാൻ വേവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല. ഓക്കെ. അതുപോലെ തന്നെ ഡോക്ടർ ഇനിയിപ്പോ ഞാൻ എന്റെ അറിവ് വെച്ച് പറഞ്ഞത് ഇപ്പൊ ആദ്യം പറഞ്ഞത്. അപ്പൊ ഡോക്ടർ അത് വെച്ചാൽ ഈ നമ്മുടെ കണ്ണൂർക്കാർക്കുള്ള ഒരു കുഴപ്പം എന്താ അറിയോ? ഞാനിപ്പോ ഇതൊക്കെ പറയുമ്പോഴും ശരിയാണ് കേട്ടോ, അത് ഈ പറഞ്ഞത് ശരിയാണ് എന്നൊന്നും അഡ്മിറ്റ് ചെയ്യില്ല. അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. ഇപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞു, ശരിയാണ്, അങ്ങനെയാണ് വേണ്ടത്, അങ്ങനെ ഞാൻ ചിന്തിച്ചോളാം എന്ന് പറഞ്ഞില്ലല്ലോ ഇതുവരെ. അത് ആ സ്വഭാവം ഇല്ലാത്തടത്തോളം കാലം നമുക്ക് എന്ത് പറ്റും വെച്ചാൽ അരഗൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്വഭാവമാണ്. ഇയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, ഇയാൾ നന്നാവില്ല എന്നൊന്ന് ശപിക്കാൻ തോന്നും. മനസ്സിലായോ? അല്ല, അത് പറഞ്ഞിട്ടില്ല, അത് പറയണം. അത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാം? മനസ്സിലായോ? ഞാനിപ്പോൾ ഒരാൾക്ക് കുറേ സംഭവങ്ങൾ അയച്ചു കൊടുത്തു, അത് ഒരു ഓക്കെ എന്നുള്ള വാക്കായിരിക്കും. നമ്മൾ കുറേ മനക്കെട്ട് തപ്പിയിട്ടായിരിക്കും അയച്ചു കൊടുക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇത്രയും ഇൻഫർമേഷൻ പറഞ്ഞു അത് ആക്സെപ്റ്റ് ചെയ്യാൻ, റിസീവ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു നല്ല പച്ചത്തെറി എഴുതുന്നത്, അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന അർത്ഥം. അപ്പം ശരിയാ, ഞങ്ങളൊക്കെ നല്ലത് എഴുതണം. അങ്ങനെ എഴുതുമ്പോഴേ അതിനൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. നെഗറ്റീവായിട്ട് കുറേ പേര് എഴുതുമ്പോൾ കുറച്ച് പേരെങ്കിലും പോസിറ്റീവായിട്ട് പറയുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുക. ശരിയാ, ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ, ഞാൻ ഇനി എഴുതും എന്ന് പറയുമ്പോൾ ആ പറയുന്നതിനെ പോസിറ്റീവായിട്ട് എടുത്തു എന്ന അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ആ പോസിറ്റീവായിട്ടുള്ളൊരു ആസ്പെക്റ്റ് ഇല്ല. അത് നല്ലപോലെ ഉണ്ടാകുമ്പോഴേ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നെ സന്തോഷിപ്പിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്.
ആ സ്വഭാവം ഇല്ലാത്തവരെ പലപ്പോഴും കേരളത്തിൽ നിന്ന് വെളിയിൽ എത്തുമ്പോഴൊക്കെ അവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തത് പ്രൊഫഷണലിസം മാത്രമല്ല, അതിൻ്റെ കൂടെ ഇതും കൂടി ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. ഡോക്ടർ, ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാല്, ഇപ്പോ ഞാൻ പറഞ്ഞു ഡോക്ടർ, ബിടെക് കഴിഞ്ഞപാടെ ഇസ്രോന്റെ റിക്രൂട്ട്മെന്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഒരു ബി ലെവൽ സയന്റിസ്റ്റ്, ഒരു എ ലെവൽ സയന്റിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തിട്ട് അതിൽ അലവൻസും വാങ്ങിയിട്ട് സന്തോഷപ്പെടുന്നവരും ഉണ്ടെന്നില്ല. അത് ഞാൻ ഡോക്ടറെ പോലെ വിളിച്ചിട്ട് സംസാരിച്ച ഡോക്ടറെ പറഞ്ഞത്. പക്ഷെ ഞാൻ എത്തിപ്പെടാൻ ഉദ്ദേശിക്കുന്ന ഒരു സയന്റിസ്റ്റിലേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എന്താ പറയാ, ഇപ്പൊ ഒരു മാർസ് പ്രൊജക്റ്റോ അല്ലെങ്കിൽ ചന്ദ്രയാൻ പ്രൊജക്റ്റോ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റില് അവിടെ ഒരു ഡിസൈനിങ്ങിലോ അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിനെ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് ഒരു നല്ലൊരു സയന്റിസ്റ്റായി മാറണം. അപ്പോ ഈ എ ലെവൽ സയൻസ്, ബി ലെവൽ സയൻസ് എന്ന് പറഞ്ഞൊരു ജോബായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞാല്, വെറും മുൻപേ തന്ന ഒരുപാട് സയന്റിസ്റ്റ് പ്രൊജക്ട്സിന്റെ എല്ലാം വീണ്ടും റിസർച്ച് ചെയ്തിട്ട് അത് കാണിച്ചിട്ട് 9 to 5 ജോബ് ചെയ്തിട്ട് അവരുടേതായ കുടുംബ ജീവിതത്തിലേക്ക് മാറി താമസിക്കുന്നതാണ് എന്റെ പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഡോക്ടർ അതിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? എലൻ മാസ്ക് എന്ന് പറയുന്ന ഒരാൾക്ക് കുറെ കാശുള്ളതുകൊണ്ട് അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അയാൾക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ കാശില്ലാത്ത ഒരാൾ വേറൊരാൾ പറഞ്ഞ പണി ചെയ്ത് നടക്കലേ പറ്റുള്ളൂ. സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഇത്തരം ഡ്രീംസ് ഉള്ള കുറെ ആൾക്കാരുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആരുടെയെങ്കിലും കീഴിൽ കുറെ കാലം ഒരു 20 കൊല്ലം അയാൾ പറഞ്ഞത് മാത്രം കേട്ട് എസ് സർ എന്ന് പറഞ്ഞ് അയാൾ പറയുന്ന സംഭവം ചെയ്ത് കഴിഞ്ഞാലാണ് അയാൾക്ക് പ്രൊമോഷൻ കിട്ടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനാണ് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചെയ്ത് അയാളുടെ നല്ല ഗുഡ് ബുക്സിലൊക്കെ ആയി കുറേ കാലം പറഞ്ഞത് കേട്ട് പിന്നാലെ നടന്ന് എസ് എന്ന് പറഞ്ഞ അയാൾ പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ ശരി എന്ന് പറയുമ്പോഴാണ് പ്രൊമോഷനൊക്കെ അയാൾ തരിക. അങ്ങനെ സീനിയറിൻ്റെ കൂടെ കുറേ കാലം വർക്ക് ചെയ്യുമ്പോഴാണ് ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൻ്റെ മുകളിലെത്താം. അത് അയാൾ വിചാരിച്ച സംഭവമല്ല, കുറേ കാലങ്ങളായിട്ട് പലരും ചെയ്യുന്നതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ചെയ്യുന്നു. സോമനാഥൻ പുതിയതായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അതിന് മുമ്പ് 15 കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇപ്പം റിലീസായിട്ട് പോവുക. ചന്ദ്രയാൻ പ്രോജക്റ്റ് ഉണ്ടാക്കിയത് ഈ കാണുന്ന ചെയർമാൻമാരൊന്നും അല്ല. അത് തുടങ്ങിയത് 20 കൊല്ലം മുമ്പ് UR റാവുവിൻ്റെ കാലത്തും കസ്തൂരിരംഗൻ്റെ കാലത്തും ഒക്കെയാണ്. മാധവൻ നായരാണ് ചന്ദ്രയാൻ തുടങ്ങിയത് തന്നെ. പക്ഷെ അയാളുടെ കാലത്ത് അത് ഇടാൻ പറ്റിയിട്ടില്ല, അത് കഴിഞ്ഞിട്ട് വിടാൻ പറ്റിയിട്ടില്ല, അത്രേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ ഡോക്ടറാണ് വർക്ക് ചെയ്ത സയന്റിസ്റ്റ് എല്ലാം അറിയാലോ, ഇത് 20 കൊല്ലം കഴിയുമ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പൊ അത്രയും നമ്മുടെ രാജ്യവും നമ്മുടെ ഇന്ത്യയെല്ലാം. ഞാൻ പറയുന്നത് ഇത് വലിയൊരു ഒരു സംരംഭമാണ്. അതിനകത്ത് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. അതിലൊരു ചെറിയ വ്യക്തിയായിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. ഈ ഡ്രീമുകളൊന്നും വെച്ചിട്ട് ആരും സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ കയറിയാൽ നന്നാവില്ല. അവരെ പിടിച്ച് പുറത്താക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ളൊരു ലോകമാണ്. ഒരാളും മിലിറ്ററി ചേർന്ന് കഴിഞ്ഞാൽ ഉടനെ പാകിസ്ഥാൻകാരെയൊക്കെ വെടിവെച്ച് കൊല്ലാനാന്ന് വിചാരിച്ചാൽ നടക്കൂല. അയാൾ പലരുടെയും പണി പറയുന്നത് കേട്ടിട്ട്. അപ്പോൾ ഇത്തരം സിനിമാ സങ്കല്പങ്ങളൊക്കെ മാറ്റിയിട്ട് റിയൽ ലൈഫിലേക്ക് ആലോചിക്കാനുള്ളൊരു ക്ഷമയുണ്ടാവുക. തൽക്കാലം കിട്ടുന്ന ചെറിയ ജോബുകളെങ്കിലും ജോബ് ചെയ്യാൻ ശ്രമിക്കുക. അവനവൻ്റെ ക്രിയേറ്റിവിറ്റിയും പാഷനും ഒക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങൾക്ക് അവനവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ വലിയ റിച്ച് ആയിട്ടുള്ളൊരു സ്ഥലത്തെത്തുമ്പോൾ ആ അവസ്ഥയിലേക്ക് സ്വന്തം പ്രോജക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന പോലെയുള്ള രംഗങ്ങളിലേക്ക് ഉണ്ടാവും. അതുകൊണ്ട് സിനിമയല്ല ജീവിതം, ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതല്ല ലോകം. അതിന് കൂടെ കുറേ ആൾക്കാർ മെനക്കെട്ടിട്ട് ചെയ്യുന്ന പല സംഭവങ്ങളുമാണ് ചെയ്യുന്നത്. അതിലൊരാളാവാൻ ശ്രമിക്കുക, അതാണ് വേണ്ടത്. പക്ഷേ ഡോക്ടറെ, അതിപ്പോ നമ്മള് അത്രയും വലിയ ഡ്രീം ആയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും ഒരു അല്ല, അത് അവിടെ കിട്ടിയാലല്ലേ, അത് കിട്ടാനുള്ള ചാൻസും വളരെ കുറവാണ്. നമ്പർ 1. നമ്പർ 2, സ്പേസ് ഡിപ്പാർട്ട്മെന്റ് പോലുള്ള ഡിപ്പാർട്ട്മെന്റൊക്കെ മിക്കവാറും പ്രൈവറ്റൈസ് ചെയ്യപ്പെടും 5 കൊല്ലം കഴിയുമ്പോൾ. ഇന്ന് കാണുന്ന ഡിപ്പാർട്ട്മെന്റ് നാളെ ഉണ്ടാവുമോ എന്നറിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ HR പ്രോജക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. നോളജ് മാനേജ്മെന്റ് എന്ന് പറയുന്ന MBA ചെയ്തത് ISROന്റെ ചരിത്രത്തെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുറേ പഠിക്കാനുണ്ട് മോനെ. അപ്പോൾ ഇപ്പോൾ 1.5-2 മണിക്കൂർ ആവാറായി, 1.5 മണിക്കൂറായി. ഓക്കെ, പക്ഷേ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. സാധാരണ ഒരു G-Meet ഒക്കെ വിളിച്ചിട്ട്, ഞാനിപ്പോൾ എൻ്റെ ഭാഗം ചെയ്തിട്ടുണ്ട്, അതിനകത്ത് തൻ്റെ പേഴ്സണലായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി ഞാനിടും. ഓക്കെ ഡോക്ടർ, അത് എന്താ പറയാ, ഇപ്പം ഡോക്ടറിനെ പറഞ്ഞല്ലോ ഇപ്പൊ പ്രൈവറ്റൈസിലേക്ക് പോവുകയെന്ന്. അപ്പോ നമ്മളിൽ ഇനി വരുന്ന സയന്റിസ്റ്റ് എല്ലാം ഒരു പ്രോജക്റ്റ് ഒരു വിഷൻ കൊണ്ട് മാത്രം വന്നു പോകുന്നവരാണ്. കാരണം ഇത്രയും
ഇന്ന് വരെയുള്ള സയന്റിസ്റ്റ് വർക്ക് ചെയ്യുന്നത് ഒരു അലവൻസും ഒരു പെൻഷനെല്ലാം വേണ്ടിയില്ല. അപ്പൊ പ്രൈവറ്റ് ആയി കഴിയുമ്പോൾ അതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇനി വരുന്ന സയന്റിസ്റ്റ് എല്ലാം ചിന്തിക്കേണ്ടത് ആ പ്രൊജക്റ്റും ആ നമ്മുടെ വിഷം ഉള്ളത് മാത്രം അതിനകത്ത് കയറിയെന്നാണോ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? അത് അടുത്ത കാലത്തല്ല, ഞാൻ കയറിയ സമയത്ത് മുതൽ പെൻഷനൊക്കെ നിർത്തിയിട്ടുണ്ട്. അവരുടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു പെൻഷൻ വേണോ വേണ്ടയോ എന്ന്. അതിൽ മിക്കവാറും ആൾക്കാർ പെൻഷൻ വേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഇഷ്ടംപോലെ ഇൻഷുറൻസ് കമ്പനികൾ പെൻഷൻസ് കൊടുക്കുന്നുണ്ട്. ഡോക്ടർ TPS MDRT ഇൻഷുറൻസ് കമ്പനിക്ക് ഞാൻ മാർക്കറ്റിംഗ് ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പ്രൈവറ്റ് ആകുമ്പോൾ, ജോബ് പ്രൈവറ്റ് ആകുമ്പോൾ ഇൻഷുറൻസ് അല്ലെങ്കിൽ പെൻഷൻ എന്ന് പറയുന്ന തരത്തിലും പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇത് കുറേ പഠിക്കാനുണ്ട് മോനെ. ജീവിതം ഫുൾ ഒറ്റ ക്ലാസ്സിൽ അങ്ങോട്ട് തീർക്കല്ലേ. ഞാൻ പറഞ്ഞല്ലോ ബൈ എന്ന്, പറഞ്ഞോ ഇല്ലയോ? ഞാൻ ശരി ബൈ 2 മണിക്കൂർ ആവാറായി എന്ന് 2-3 പ്രാവശ്യം പറഞ്ഞില്ലേ? പറഞ്ഞോ ഇല്ലയോ? ഓക്കെ. അപ്പൊ സന്തോഷമായിട്ടിരിക്കുക, നല്ലപോലെ ഉള്ള സമയം നല്ലപോലെ പഠിക്കുക, അധികം ചിന്തിച്ചിട്ട് തലമുക്കല്ല, കാര്യങ്ങളിലേക്ക് കടക്കുക, അതാണ് വേണ്ടത്. ഒരാളിപ്പോ ഒരു സെഷൻ അവസാനിപ്പിക്കുമ്പോ ഡോക്ടറിനെ എങ്ങനെ ഒരു ട്രീറ്റ് ചെയ്യണം നമുക്ക് അറിയില്ല. അതുകൊണ്ട് തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ അല്ല, ആദ്യം വേണ്ടത് വിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവണം. അതിനേക്കാളും കൂടുതൽ വേണ്ടത് മിഷൻ. ഇങ്ങനെ ആരൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണുക. അതിനേക്കാളും അത്യാവശ്യം വേണ്ടത് ആക്ഷനാണ്. സംഭവങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ എൻ്റെ ഷോർട്സിലൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിലൊക്കെ ഉണ്ടാവും. കൃത്യമായിട്ട് കുറച്ച് കാണുക, അതിനകത്തൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വളരെ സന്തോഷം, നന്നായി വരട്ടെ. അല്ല, ഔദ്യോഗികമാവണമെന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് ആ വാക്കുകളുടെ ഇടയിലൂടെ ഇദ്ദേഹത്തിന് നമ്മൾ പറയുന്നതിൽ താല്പര്യമുണ്ട്, നമ്മൾ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കും, കേൾക്കുമെന്നൊക്കെ ഒരു തോന്നുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത് കണ്ണൂരുകാരുടെ പൊതുവെ ഇല്ലായ്മയാണ്. അത് കണ്ണൂർക്കാർക്ക് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് കാണിക്കാനുള്ള വകുപ്പില്ല എന്നാണ് പറഞ്ഞത്. അതും കൂടി ഉണ്ടായാൽ കുറച്ചും കൂടി നന്നാവും എന്ന് പറഞ്ഞത്. കാരണം കണ്ണൂർക്കാരെ മനസ്സിലാവും, ബാക്കിയുള്ളവർക്ക് അങ്ങനെ ആവണമെന്നില്ലല്ലോ. അതെ, അതല്ല ഞാനിപ്പോ ഒരു തിരുവനന്തപുരത്തുകാരനാന്ന് വിചാരിക്കും. ആദ്യം ചോദിക്കുക എത്ര പൈസ തരും, 2 മണിക്കൂറായി ഇത്ര റുപ്യാന്ന് പറയും. മനസ്സിലായ? അപ്പൊ ഇന്നലെ ഏതോ ഒരു ദുബായ്ക്കാരൻ അദ്ദേഹത്തിന്റെ മരുമകളോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞ് അവസാനം ചോദിച്ചു എത്രയായി ബില്ല്, എത്ര മണിക്കൂർ സംസാരിച്ചു, എത്ര റുപ്യ അയക്കേണ്ടത്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പറ. അപ്പൊ അങ്ങനെയാണ് പലരും, അവരുടെയൊക്കെ ധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് കാശിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കാശ് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മൾ സോഷ്യൽ സർവീസിലാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ചില സംഭവങ്ങൾ എന്താണ്, നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുറേ ചിന്തിച്ച് പറയാനുള്ളതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ചിന്തകളെ നന്നാക്കി വ്യത്യസ്തമായ ധാരണകൾ പറയാൻ പറ്റും. നമ്പർ 1. നമ്പർ 2 എന്താണ്, നിങ്ങൾക്ക് അതിനെക്കൊണ്ട് പല ഗുണം ഉണ്ടായിട്ട് നാളെ നിങ്ങൾ നല്ലവരാകുമ്പോൾ അത് നമ്മളെ തിരിച്ച് നമ്മൾ അറിയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം. നമ്പർ 3 എന്താണ്, ഇതുകൊണ്ട് കാശുണ്ടാക്കുക. ഇത് 3-ൽ ഏതെങ്കിലും ഒന്നും ഉണ്ടാവണമെന്നേ ഉള്ളൂ. 3 ഉണ്ടാവണമെന്നില്ല, 3 ഉണ്ടാവും ചിലപ്പം, ഏതെങ്കിലും ഒന്നുണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ പലതും ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ കുറേ ചെയ്യുമ്പോൾ എല്ലാം ഫലിക്കണം എന്നില്ലല്ലോ. ചില മാർക്കറ്റിൽ കച്ചവടം കിട്ടും, ചിലയിടത്ത് കിട്ടൂല, അത്രേ ഉള്ളൂ. അപ്പോൾ സന്തോഷം മോനെ, താങ്ക് യു, ഗോഡ് ബ്ലസ് യു, എൻജോയ്. മെസ്സേജ് വാട്സപ്പ് അടിച്ചിട്ട് ഞാൻ എൻ്റെ സിഗ്നേച്ചർ അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ലിങ്ക് ഉണ്ട്, അതിലൊക്കെ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എൻ്റെ വീട് എവിടെയാണെന്നും ഒക്കെ അവിടെ ഉണ്ട്, അതിനകത്തുണ്ട്. ശരി.